ഒരു സാധാരണ രക്ഷിപ്പുക്കാക സാധാരണ രക്ഷയ്ക്ക് വേണ്ടി ഒരു സാധാരണ നന്മയെ പെറ്റുകൊള്ളുപടിയാക സാധാരണ ഒരു നന്മ അനുഗ്രഹം പ്രാപിക്കുക നിനക്കൊരു സമാധാനത്തെ തരുമ്പടിയാക നിങ്ങൾക്കൊരു സമാധാനം നൽകേണ്ടത് നിനക്കൊരു സന്തോഷത്തെ തരുമ്പടിയാക എനിക്കൊരു സന്തോഷം തരേണ്ടതിന് യേശു இந்த அளவுக்கு கொடுமையாக கொடூரமாக പാടുപെട വേണ്ടുമാ? യേശു ഇത്രത്തോളം കഠിനമായി ദാരുണമായി പാടുപെടണമോ? നിങ്ങൾ എന്നാ നിனைக்கிறீங்க? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? இன்னைக்கு നാം കൽവാരിയെ മറന്നു വിട്ടോ. ഇന്ന് നാം കാൽവരിയെ മറന്നു. ഞാനൊരു 10 നിമിഷം മുതലിൽ കൽവാരിയെ പേசுறேன், அப்புறம் നോക്കத்துக்கு വരുവോ? 10 മിനിറ്റ് കാൽവരിയെ കുറിച്ച് പറയാം എന്നിട്ട് ഉദ്ദേശത്തിലേക്ക്. നിങ്ങൾ വചനങ്ങൾ എഴുതിയെടുത്തുകൊള്ളുക. ഈ വചനങ്ങളൊക്കെ എഴുതിയെടുത്തുകൊള്ളുക. ഡെയിലി 10 നിമിഷം കൽവാരിയെ ധ്യാനിക്ക வேண்டும். ദിവസവും 10 മിനിറ്റ് കാൽവരിയെ ധ്യാനിക്കുക. കൽവാരിയെ മറക്കലാകാ. കാൽവരിയെ മറക്കരുത്. കൽവാരി നമ്മുടെ അനുഭവമാക മാറ്റിക്കൊള്ള வேண்டும். കാൽവരി നമ്മുടെ അനുഭവമാക്കി തീർക്കണം. കൽവാരിയെ ധ്യാനിക്കുമ്പോൾ കാൽവരിയെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കണ്ണിലിരുന്ന് കണ്ണീർ ഒഴുക வேண்டும். നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരണം. ഹൃദയം നുറുങ്ങ வேண்டும். നമ്മുടെ ഹൃദയം തകരണം. മെഴുകുവത്തിയെ പോലെ ഉരുക வேண்டும். മെഴുകുതിരി പോലെ അത് ഉരുകണം. അതാ കൽവാരി ധ്യാനം. അതാണ് കാൽവരി ധ്യാനം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പടി കൽവാരിയെ ധ്യാനിക്കുമ്പോൾ അങ്ങനെ കാൽവരിയെ ധ്യാനിക്കുമ്പോൾ ഒരു പക്കത്തിൽ ഒരു ഭാഗത്ത് നീ സോർന്നു പോക മാട്ടാ, നീ തളർന്നു പോകില്ല, പോക മാട്ടാ, അധൈര്യപ്പെടില്ല. എബ്രായർ 12-ാം അധികാരം 3-ാം വചനത്തെ വാസിക്കുമ്പോൾ ലേഖനം 12:3 വായിക്കുമ്പോൾ നിങ്ങൾ ആത്മാക്കളിൽ ഇളപ്പടൈந்து പോകാതെ പഠിക്ക നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ വിവിധமாக വിപരീതങ്ങളെ സഹിച്ച് അവരെയെ ധ്യാനിച്ചുകൊൾ. പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാരുങ്ങളെ ഉങ്ങളുടെ ആത്മാവിൽ ഇളപ്പടൈந்து സോർന്നു പോകാமல் இருக்கும்படியா നിങ്ങളുടെ ആത്മാവിൽ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ കവലകൾ, ഭാരങ്ങൾ, പ്രശ്നങ്ങൾ, ബിസിനസ്സിൽ പ്രശ്നം, കുട്ടികളുടെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, ഭർത്താവ് പ്രശ്നം, പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ സോർന്നു പോകലാം. നിങ്ങൾ തളർന്നു പോകാം. ஆனால் നീ ഇളപ്പടൈந்து സോർന്നു പോകാமல் இருக்கும்படியாக എന്നാൽ നിങ്ങൾ ക്ഷീണിച്ച് മടുക്കാതെ ഇരിക്കേണ്ടതിന് കൽവാരിയെ ധ്യാനിച്ചുകൊൾ. കാൽവരിയെ ധ്യാനിക്കണം. ഡെയിലി ധ്യാനിക്കുക. ദിവസേന ധ്യാനിക്കണം. കൽവാരിയെ ധ്യാനിക്കുമ്പോൾ കാൽവരിയെ ധ്യാനിക്കുമ്പോൾ കതറി അഴമുടി നീ കരഞ്ഞ് അലറി കരയും. 77-ാം സംഗീതം 3-ാം വചനത്തെ വാസിക്കുമ്പോൾ 77-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ ധ്യാനിക്കയിൽ ഞാൻ അലറിനേൻ, ധ്യാനിക്കയിൽ ഞാൻ അലറി കരഞ്ഞു. കർത്താവേ ഞാൻ ധ്യാനിക്കയിൽ, കർത്താവിനെ ഞാൻ ധ്യാനിച്ചു. കൽവാരിയെ ധ്യാനിക്കയിൽ, കാൽവരിയെ ധ്യാനിച്ചപ്പോൾ ഞാൻ അലറിനേൻ. ഞാൻ അലറി അലറുവാർ അലറിക്കരയും. അவ்வளവും കൊടുമ, അത്രത്തോളം കഠിനമാണത്. ഒരു 5 വചനം തരാം കൽവാരിയെ കുറിച്ച്. കാൽവരിയെ കുറിച്ച് 5 വചനങ്ങൾ തരാം. ഒന്നാമത് മത്തേയു 27-ാം അധികാരം 26-ാം വചനം. സുവിശേഷം 27:26. വാറിനാൽ അവരെ അടിത്താറുകൾ. ചമ്മട്ടി കൊണ്ട് അവനെ അടിച്ചു. വാറിനാൽ അടിത്താറുകൾ. ചമ്മട്ടി കൊണ്ട് അടിച്ചു. വാറിനാൽ അടിത്താൽ എന്ന് ചൊല്ലുമ്പോൾ ചാട്ടവാറ് കൊണ്ട് അടിച്ചു എന്ന് പറയുമ്പോൾ ഇതൊരു ചാട്ടവാറാണെന്ന് കരുതുക. അതിൽ 12 വാറുകൾ. അതിൽ 12 വാറുകൾ, വള്ളികളുണ്ട്. തോലിനാൽ ചെയ്യപ്പെട്ട വാറുകൾ. അത് തുകല് കൊണ്ടുണ്ടാക്കിയതാണ്. പല 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 മുള്ളുകൾ. അതിൽ പല മുള്ളുകളുണ്ട്. ഒരു പ്രാവശ്യം ചുഴറ്റി അടിച്ചാൽ, അതിനെ ചുഴറ്റി അടിച്ചാല് 200 ഇടത്തിലിരുന്ന് സത പിടുങ്ങും. 200 സ്ഥലത്ത് നിന്നത് മാംസം പറിച്ചെടുക്കും. 200 സ്ഥലം. അപ്പോ പലമുறை അടിച്ചാറ്, പല പ്രാവശ്യം അടിച്ചു. 40 മുറ അടിക്കലാം. 40 പ്രാവശ്യം അടിക്കാം. എത്ര മുറ അടിച്ചാറുകളെ തിരിയാറ്. അതിനപ്പുറം എന്നാൽ എത്ര പ്രാവശ്യം അടിച്ചു? 5 മുറയിൽ വെച്ച് കൊള്ളുക. ഒരു 5 പ്രാവശ്യം എന്ന് വെക്കുക. 1000 ഇടത്തിലിരുന്ന് സതയെ പിടുങ്ങിയ 1000 സ്ഥലത്ത് നിന്ന് മാംസം പറിച്ചെടുത്തു. പറ്റിയല്ല? യോസിച്ച് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കുക. അത് എപ്പടി ഇരുന്നത്? അതെങ്ങനെയായിരുന്നു? 2-ാമത് വചനം, 2-ാമത്തെ വാക്യം. സംഗീതം 129-ാം സംഗീതം 3-ാം വചനം. 129-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. 1-ാം വചനം മത്തേയു 27:26. 1 മത്തായി 27:26. 2-ാമത് വചനം സംഗീതം 129:3. 129-ാം സങ്കീർത്തനം 3-ാം വാക്യം. ഉഴുகிறവர்கள் എൻ മുതുകിന്മേൽ ഉഴുത് പടച്ചാലുകളെ നീളമാക്കിനാർകൾ. ഉഴവുകാർ എന്റെ മുതുകിൽ ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. നമ്മൾ ഉഴുത വയല് നമുക്ക് തിരിയുമേ. ഉഴുതിട്ടിരിക്കുന്ന വയല് നമുക്ക് എങ്ങനെയായിരിക്കും? കീഴെ ഇരിക്കുന്ന മണ്ണെല്ലാം മേലെ വരും. താഴെയുള്ള മണ്ണൊക്കെ മുകളിൽ വരും. നടക്കാൻ മുടിയാതെ, നടക്കാൻ പറ്റില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ ഉഴുகிறവர்கள் എൻ മുതുകിന്മേൽ ഉഴുത്
പടച്ചാലുകളെ നീളമാക്കിനാர்கள். ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുത് ഉഴവ് ചാലുകളെ നീളത്തിൽ. എല്ലാം വെളിയെ വന്ന മാംസമൊക്കെ പുറത്തു, എല്ലാം തൊങ്കുത്, ദശയെല്ലാം തൂങ്ങുന്നു, തുകലെല്ലാം തൂങ്ങുന്നു. അപ്പടി ഒരു കൽവാരി എങ്കിയാവത് പാത്തിരിக்கிறீர்களா? അങ്ങനെ ഒരു കാൽവരി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. വേദത്തിൽ ബൈബിളിൽ മാത്രമേ ഉള്ളൂ. இன்னைக்கு பலயிடத்திலும் சிலுவையை பார்க்கிறோம். ഇന്ന് പലയിടത്തും ക്രൂശ് കാണാം. நான் அடிக்கடி சொல்வதுண்டு, ഞാൻ അടിക്കടി പറയും, நல்ல பிரியாணி சாப்பிட்டு தூங்குற மாதிரி கிடக்குது. യേശു നല്ല ബിരിയാണി കഴിച്ച് ഉറങ്ങുന്നത് പോലെയാ കിടക്കുന്നത്. അതൊന്നുമല്ല. 5 കായങ്ങൾ, 5 മുറിവുകൾ. എല്ലാ 5 കായങ്ങൾ എന്താണ് 5 മുറിവ്? ഇതൊരു കായം, ഒന്ന് കയ്യിലൊരു, വലതിലെ കായം, വലത് കയ്യിൽ മുറിവ്, കാലിലെ കായം, കാലിൽ മൂന്നാമത്തെ മുറിവ്, നാലാമത് തലയിലെ കായം, നാലാമത് തലയിൽ മുറിവ്, 5ാമത് വിലാവിലെ കായം, 5ാമത് വിലാപ്പുറത്ത് മുറിവ്. അല്ലേ? അതല്ലേ? അതും കായങ്ങൾ അത് മുറിവ്. 5 കായങ്ങളെ 5 വിധമാക മാറ്റലാം. 5 മുറിവുകളെ 5 വിധമാക്കി തീർക്കാം. முதலாவது காயம், ഒന്നാമത്തെ മുറിവ് வாரினால் சரி, அது அப்புறம் சொல்றேன், இது முடிக்கிறேன். அப்புறம் என்ன ஞாபகப்படுத்தலாம், சிலപ്പോൾ ഞാനും മറന്നു പോയിടും. എന്നെ ഓർപ്പിക്കണം, അല്ല ഞാൻ പിന്നീട് മഹിമ, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഉഴുகிறവൾ എൻ മുതുകിന്മേൽ ഉഴിഞ്ഞ പടച്ചാലുകളെ നീളമാക്കിനാர்கள். ഉഴവുകാർ. 3ാമത് വസനം, 3ാമത്തെ വാക്യം, 22ാം സംഗീതം 17ാം വസനം. 22ാം സങ്കീർത്തനം 17ാം വാക്യം. എല്ലാവരും ദയവ് ചെയ്ത് എഴുതിയെടുത്ത് വീടുകളിൽ പോയി പഠിച്ച് ധ്യാനം പണ്ണുങ്ങൾ. എല്ലാവരും ദയവായിട്ട് എഴുതിയെടുത്ത് വീട്ടിൽ ചെന്ന് വായിച്ച് ആശീർവാദം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. തോർന്നു പോകാൻ മാട്ടായി, നീ തളർന്നു പോകും, സണ്ടയെ പോട മാട്ടായി, വഴക്കുണ്ടാക്കുകയില്ല. ഇതെല്ലാം തിരിയാത്തതിനാ സണ്ട പോടുക. ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് വഴക്കുണ്ടാക്കുക. സണ്ട പോട്ട ഏതോ നടക്കുമോ? വഴക്കുണ്ടാക്കി എന്തെങ്കിലും നടക്കുമോ? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അറുവർപ്പാന കാര്യം, മ്ലേച്ഛമായ കാര്യങ്ങൾ. ഇപ്പൊ ഒരു സഹോദരി നരകത്തുക്ക് പോയിരിക്കും. ഒരു സഹോദരി നരകത്തിൽ പുറത്തു വന്നു. அவங்க சொல்றாங்க, താൻ പറയുകയാണ്, அப்படி எரியுது, അങ്ങനെ കത്തുന്നു. 2 മണി നേരം, 2 മണിക്കൂർ യൂട്യൂബിലുണ്ട്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കത്തി മദ്രാസിലെ മണലി എന്ന ഇടത്തിലെ அந்த സഹോദരി 5 വർഷத்துக்கு മുൻപ് നരകத்துக்கு പോനാங்க. മദ്രാസിൽ മണലി എന്നുള്ളൊരു സ്ഥലത്ത് ആ സഹോദരി 5 വർഷത്തിന് മുമ്പാണ്. 2ാമത്തെ പ്രസവത്തിലെ 3ാം നാളിൽ 3ാം ദിവസം ഇവൾക്ക് ഒരു ജ്വരം വന്നു. തനിക്കൊരു പനി വന്നു. அந்த ജ്വരം 5 നാൾ, ആ ജ്വരം 5 ദിവസം ഇറന്നു വിട്ട, അതോടെ മരിച്ചു. അവിടെ ആത്മാ വെളിയെ വന്നു, ആത്മാവ് പുറത്തു വന്നു. ദേവനക്ക് മഹിമ, ദൈവത്തിന് നരകത്തിൽ പോയി. അപ്പൊ നെരുപ്പിനാൽ എരിയുത്, തീ കൊണ്ട് കത്തുകയാണ്. എല്ലാം വന്ന് കടിക്കുന്നു, പാമ്പൊക്കെ വന്ന് കടിക്കുന്നു, പുഴുവെല്ലാം കടിക്കുന്നു, പുഴുവൊക്കെ കടിക്കുന്നു, കത്തുന്നു, നിലവിളിക്കുന്നു. കടസിയിൽ വെളിയെ കൊണ്ടുവന്നാങ്ക വെളിയിൽ ഇருக்கு, പുറത്തു വന്ന് ഇപ്പൊ ജീവനോടുണ്ട്. ഇപ്പോഴും സാക്ഷി ചൊല്ലാൻ அந்த സഹോദരി അലറിതാ സാക്ഷി ചൊല്ലും. ഇപ്പോൾ സാക്ഷി പറയുമ്പോൾ ആ സഹോദരി അലറി കരഞ്ഞാണ് പറയുന്നത്. എന്നാൽ അത് യോസിക്കവേ നിലയ്ക്കവേ മുടിയതുള്ളൂ, ഭയങ്കരമാളുവാங்க. അയ്യോ, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞത് ഭയങ്കര. വെളിയെ വന്നതേ പാർക്കലും ആ നരകത്തെ നരകത്തെ ഞാൻ പാർക്കുമ്പോൾ എനിക്ക് താങ്ങ മുടിയാത്ത വേദന. പുറത്തു വന്നെങ്കിൽ തന്നെ നരകം ഓർക്കുമ്പോൾ എനിക്ക് താങ്ങുവാൻ കഴിയാത്ത വേദന. നീ യൂട്യൂബിൽ പാരുങ്ക, അവരുടെ പേര് നിത്യ, തന്റെ പേര് നിത്യ, സോറി നദിയ എഴുതിയെടുത്തുകൊള്ളുക. നദിയ ടെസ്റ്റിമണി, തന്റെ പേര് നദിയ എന്നാണ്. നദിയ ടെസ്റ്റിമണി എന്ന് വെച്ചാൽ അത് കിട്ടും. നദിയ ടെസ്റ്റിമണി, നദിയ ടെസ്റ്റിമണി പാരുങ്ക, പോയി നോക്കുക. அதனால சினிமா படம் பார்க்கலாம் சொல்லவே இல்லை. സിനിമ കാണാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ இப்படி യൂട്യൂബിൽ പോയി പാരുക തരുമ്പോൾ சொல்றாங்க, പാസ്റ്റർ എം.ടി. തോമസ് സിനിമ பார்க்க சொல்றாங்க. യൂട്യൂബിൽ പോയി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ചിലർ പറയുന്നത് സിനിമ കാണാനാണോ ഞാൻ പറഞ്ഞേ? അവരുടെ ടെസ്റ്റിമണി കേളുങ്ക. ടെസ്റ്റിമണി വേറൊരു ഇൻഡിപെൻഡന്റ് സഭയിൽപ്പെട്ട സഹോദരി, നമ്മുടെ സഭയിലല്ല മറ്റൊരു സഭയിൽപ്പെട്ട സഹോദരിയാണ്, സാക്ഷി, ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അവൾ വെളിയെ വന്ന് പുറത്തു വന്ന അവൾ എന്നെ சொன்னாங்க, എന്താണ് പറയുന്നത്? അവളുടെ പേര് ജീവോത്സവത്തിൽ பார்த்தாங்க. തന്റെ പേര് ജീവോത്സവത്തിൽ കാണുന്നു. ഇല്ല, അവിടെ നോക്കിയില്ല. ഞാൻ പാസ്റ്ററുടെ മകളാണ്, നിറയെ ഊഴിയം ചെയ്തിരിക്കും, അനേക ശുശ്രൂഷ ചെയ്ത് എന്റെ പേര് കാണും. അതെപ്പടി ഇല്ലാമ இருக்கும்? അതങ്ങനെ ഇല്ലാതെ പാട്ട് പാടി, എത്രയോ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പാവോട് ചേർന്ന് എവ്വളോ ഊഴിയം ചെയ്തിരിക്കും. എന്റെ പിതാവിനോട് ചേർന്ന് എത്രയോ ശുശ്രൂഷ, മധ്യയിൽ എവ്വളോ ഊഴിയം, യവനക്കാരുടെ എത്രയോ ഗ്രാമങ്ങളിൽ ഊഴിയം, ഗ്രാമങ്ങളിൽ ശുശ്രൂഷ, ഊഴിയം, എത്രയോ വേല ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ, ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. വീടാ ഏറി ഇറങ്ങി സുവിശേഷം ചൊല്ലിയിരിക്കും. ഭവനങ്ങൾ തോറും സന്ദർശിച്ചു. എന്റെ പേരില്ലയോ? അതങ്ങനെ ഇല്ലാതിരിക്കും. அப்ப அவள் சொன்னாங்க, எனக்கு இனியொரு பேர் இருக்கு, அதுவும் பாருங்க. എനിക്ക് മറ്റൊരു പേര് റൈച്ചൽ. തന്റെ ജനസ്ഥാനം എടുത്ത പേര് റൈച്ചൽ എന്നാണ്. അതുമില്ല. വേറൊരു ബുക്ക് എടുത്താൽ, മറ്റൊരു പുസ്തകം എടുത്തു, ஞாபக പുസ്തകം, ഓർമ്മ പുസ്തകം. അതിൽ பார்த்தா പേര്, അതിൽ പേരുണ്ട്. ஞாபக പുസ്തകത്തിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ പെരിയൊരു കൊട്ടേഷൻ, വലിയൊരു
എഴുതി വെച്ചിരുന്നു. അത് വലിയൊരു ലിസ്റ്റ് പട്ടിക എഴുതിയിട്ടുണ്ട്. വലിയ ലിസ്റ്റ്. ആമാ, വലിയൊരു ലിസ്റ്റ് പട്ടിക എഴുതി. അതിലൊരു ലിസ്റ്റ് നീ കൊലപാതകം ചെയ്തവർ. നീ കൊലപാതകം ചെയ്തു. அப்ப இயேசுவோட கேட்டாங்க, ஆண்டவரே நான் இந்த பாவங்கள் எல்லாம் செய்தது உண்மைதான், അപ്പൊ യേശുവിനോട് ഞാൻ ചെയ്യവില്ലേ, ഈ പാപമൊക്കെ ഞാൻ ചെയ്ത സത്യം, മനുഷ്യ കൊലപാതകം നീ കരു കലക്കവില്ലയാ, നീ ഗർഭഛിദ്രം ഗർഭം അലസിപ്പിച്ചില്ലയോ? பரலோகத்தில் இயேசு சொன்னார், இன்றைக்கு பெந்தகோ சபையில் பெற்றவர்கள் தான் அதிகமாக துணிகரமாக இந்த பாவத்தை செய்கிறார்கள் என்று இயேசு சொன்னார். ഇന്ന് സ്വർഗത്തിൽ യേശു പറയുകയാണ്, ഇന്ന് പെന്തക്കോസുകാരാണ് മനഃപൂർവ്വമായി ഈ പാപം ഇന്ന് ചെയ്യുന്നത്. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. அப்படி யாராவது அந்த பாவம் செய்கிற பழக்கம் இருந்தால் இப்போதே மன்னிப்பு கேட்டுக்கொள். ആരെങ്കിലും അങ്ങനെ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ഷമ ചോദിച്ചുകൊള്ളുക. துணிகரமான பாவம், മനഃപൂർവ്വം സ്വമേധാ പാപം, கொலைபாதகம், അത് കൊലപാതകം. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. നമ്മുടെ ഒരു സഹോദരി ട്രാൻസിൽ പോനാങ്ക, നമ്മുടെ ഒരു സഹോദരി ആത്മവിവശതയിൽ இப்போ இந்த வருஷம் ഈ വർഷം ഏപ്രിൽ മാസം 20-ാം തീയതി ശനിക്കിഴമ കാത്തിരിപ്പ് കൂട്ടത്തിൽ, ഏപ്രിൽ മാസം 20-ാം തീയതി ഈ വർഷത്തില് ശനിയാഴ്ച കാത്തിരിപ്പ് കൂട്ടത്തിൽ ആത്മവിശുദ്ധ ചിന്ന നിറയെ കുളന്തകളെ പാത്ത, ചെറിയ ചെറിയ കുട്ടികൾ അനേകരെ കണ്ടു. അനേക കുളന്തകൾ, അനേക കുട്ടികൾ. കേട്ടെ, இந்த சின்ன சின்ன குழந்தைகள் ആരപ്പാ? ഈ ചെറിയ ചെറിയ കുട്ടികളെല്ലാം ആരാണ്? കരു കലൈത്ത കുളന്തകൾ, അത് ഗർഭം അലസിപ്പിച്ച കുഞ്ഞുങ്ങളാണ്. കരു കലൈത്ത കുളന്തകൾ. നിങ്ങൾ നിனைக்கிறீங்க അത് அப்படியே പോച്ചെന്ന്, നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ പോയി കുളന്ത പരലോകത്തിൽ പോയി ചേർന്നാച്ച്, ആ കുഞ്ഞ് സ്വർഗത്തിൽ പോയി ചേർന്നു. കൊലപാതകം ചെയ്താച്ച്, നിങ്ങൾ കൊലപാതകം ചെയ്തു. ദേവജീവ പുസ്തകത്തിൽ ഉന്റെ പേருக்கு നേരെ നീ കൊലപാതകി എന്ന് എഴുതിയിരിക്കും. ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്റെ പേരിന്റെ നേരെ ദേവജനമേ കരുകലയ്ക്കാതിരുകൾ, ദൈവജനമേ ഗർഭം അലസിപ്പിക്കരുത്. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. அந்த சகோதரி சொல்றாங்க, நீங்க அந்த டெஸ்டிமனி தயவு செய்து கொஞ்சம் பாருங்க, നിങ്ങൾ ആ സാക്ഷ്യം ദൈവം നോക്കണം. அப்படி சொல்றாங்க. അപ്പോഴാണ് പറയുന്നത് ഇനിയൊരു കൊലപാതകം, ഇനിയൊരു കൊലപാതകമുണ്ട്. ലേവിയാകുമോ 19-ാം അധികാരം 16-ാം വചനത്തിൻപടി, ലേവ്യ പുസ്തകം 19:16 പ്രകാരം, അങ്കും ഇങ്കും കോൾ ചൊല്ലി തിരിയാതിരിപ്പതാക, അവിടെ ഇവിടെ ഏഷണി പറഞ്ഞു നടക്കരുത്. കുറ്റം ചൊല്ലുന്നില്ലയാ, അവരുടെ കുറ്റം, ഇവരുടെ കുറ്റം, അവരുടെ കുറ്റം. இந்த നാളുകളിൽ 4 നാളുകൾ എത്താന കുറ്റം ചൊല്ലിയിരിപ്പീങ്ക. അവിടെ ഇവിടെ കുറ്റം പറഞ്ഞു നടക്കുന്നത്. ഈ 4 ദിവസം കൊണ്ട് എത്ര കുറ്റം പറഞ്ഞു? കുറ്റം ചൊല്ലുന്നത് കൊലപാതകം, ഏഷണി പറയുന്നത് കൊലപാതകമാണ്. ലേവ്യരാഗമം 19:16, ലേവ്യ പുസ്തകം 19:16 ഒന്ന് പഠിക്കുക, ഒന്ന് വായിച്ചാട്ടെ. അങ്കുമിങ്കും നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞു നടക്കരുത്, കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്, ഞാൻ യഹോവ ആകുന്നു. തമിഴിലെ ഉൻ ജനങ്ങൾക്കുള്ളേ അങ്കുമിങ്കും കോൾ ചൊല്ലി തിരിയാക, பிறனுடைய ரத்தப்பழிக்கு உட்பட வேண்டாம், நீ நான் கர்த்தர். உட்பட வேண்டாம். பிறனுடைய ரத்தப்பழிக்கு, பிறனுடைய ரத்தத்துக்கு நீ உൾപ്പെட வேண்டாம். അത് രക്തപാതകം, കൊലപാതകം. നീ കൂട്ടുകാരന്റെ രക്തത്തിന് ഉത്തരവാദിയാകേണ്ടത് അത് രക്തയാണ്. இன்னைக்கு നമ്മുടെ മധ്യയിൽ എത്തന പേർ അങ്കും ഇങ്കും കോൾ ചൊല്ലി അതും പേசி தொலைபேசியில் பேசி அப்படி இப்படி 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 பேசுறீங்க, കൊലപാതകം. ഇത് നമ്മുടെ ഇടയിൽ എത്രയോ ഏഷണി പറയുന്നു, ഫോണിൽ സംസാരിക്കുന്നു, അതൊക്കെ കൊലപാതകമാണ്. വിവിധമായ പാപങ്ങൾ നമ്മുടെ സഭയിൽ നിന്ന് അകന്നു പോകട്ടെ. ഇങ്ങനെയുള്ള പാപങ്ങൾ നമ്മുടെ സഭയിൽ നിന്ന് അകന്നു പോകട്ടെ. എന്റെ സഹോദരി സാക്ഷി சொன்னாங்க. ആ സഹോദരി സാക്ഷി പറഞ്ഞു. ദേവനുക്ക് മഹിമ. 5 വർഷമാச்சு, 5 വർഷമായി. ഇപ്പോഴും കൂടെ ഒരിടത്ത് സാക്ഷി சொன்னாங்க. ഈ അടുത്തിടയ്ക്ക് ഒരിടത്ത് സാക്ഷി പറഞ്ഞു. എന്നാ അള്ളുക, എന്തോ ഒരു കരച്ചിൽ. അതൊന്നും പൊയ്യല്ലേ, അതൊന്നും ഭോഷ്കല്ല. നാം അതൊക്കെ 1500 റീസൺ ചൊല്ലി പൊയ്യാക്കും. നമ്മൾ 1500 ഇരുക്കാതെ ഇപ്പടിയൊന്നും ഇരുക്കാതെ നമ്മൾ 1500 കാരണം പറഞ്ഞത് ഭോഷ്കാക്കും. അങ്ങനെ മഹിമേ, കർത്തർക്ക് ഭയപ്പെടുങ്ങൾ, ദൈവത്തെ ഭയപ്പെടുക. ആനപടിയാൽ ഇപ്പിടിപ്പെട്ട പാപത്തിൽ ഇരുന്ന് நமது சபையை, நமது ஜனங்களை விடுவிக்கும்படியாக கரங்களை உயர்த்தி ஸ்தோத்திரம் பண்ணுங்க. நல்ல ஸ்தோத்திரம் பண்ணுங்க. ஆவியில் நிரம்பி இயேசுவின் நாமத்தில் பிசாசை கட்டி ஸ்தோத்திரம் பண்ணுங்க. ആത്മാവിൽ നിറഞ്ഞ യേശുവിന്റെ നാമത്തിൽ പിശാചിനെ ബന്ധിച്ച് സ്തോത്രം ചെയ്യുവീൻ. ആമേൻ. അപ്പോ നമ്മുടെ വിഷയം, അപ്പോ കൽവാരിയെ ധ്യാനിക്കുമ്പോൾ ഇപ്പിടിപ്പെട്ട പാപത്തിൽ നിന്ന് വിടുതല പെറലാം. കാൽവരിയെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള പാപത്തിൽ നിന്ന് വിടുതൽ ജയജീവിയം ഉണ്ടാകും, ജയജീവിതം ഉണ്ടാകും, വിശുദ്ധ ജീവിയം ഉണ്ടാകും, വിശുദ്ധ ജീവിതം ഉണ്ടാകും.
ജയജീവിയം, പരിശുദ്ധ ജീവിയം, ഇതെല്ലാം ലേസാന ജീവിയം. ജയജീവിതം, വിശുദ്ധ ജീവിതമൊക്കെ വളരെ പിറകു ചിന്തിപ്പോ. പിന്നീട് മൂന്നാമത് വസനം 22 സംഗീതം 17 വസനം. മൂന്നാമത്തെ വാക്യം 22 സങ്കീർത്തനം. എലുമ്പുകളെ ഞാൻ എണ്ണലാം, എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് വാറിനാൽ അടിച്ച് ചാട്ടവാർ കൊണ്ട് ചതയെല്ലാം പിടുങ്ങി എന്റെ മാംസമൊക്കെ പറിച്ചെടുത്ത് ഉഴവുചാലുകളെ പോലെ മാറ്റി. ഉഴവുചാല് പോലെ മാറ്റി. എലുമ്പുകളെ ഞാൻ എണ്ണലാം, എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. പത്തിങ്ങളാ. ഇനി 4 വസനം, 4 വാക്യം. മത്തേയു 27, 29, 30. മത്തായിയുടെ സുവിശേഷം 27, 29, 30. മുള്ളുകളാൽ ഒരു മുടിയെ പിന്നി മുള്ളുകൾ കൊണ്ടൊരു കിരീടമുണ്ടാക്കി അവർ എൻ ശിരസിന്മേൽ വയ്ത്ത് എന്റെ ശിരസിന്മേൽ വെച്ച് കോലിനാൽ അടിത്താர்கள். കോലുകൊണ്ട് അടിച്ചു. இந்த கிரீடம், இந்த முள்முடி என்பது ஒரு செடிதான். ഈ മുൾക്കിരീടം എന്നുള്ളത് ഒരു ചെടിയിൽ ആണ്. പടർന്ന് വളരുന്ന ഒരു ചെടി, പടർന്ന് വളരുന്ന ഒരു ചെടി, നിറയെ മുള്ളുള്ള ചെടി. അതിന് നിറയെ മുള്ളുള്ള ചെടിയാണ്. ഓരോ മുള്ളുക്ക് ഒരു മുള്ളിന് 3 അങ്കുലം 4 അങ്കുലം 5 അങ്കുലം നീളം ഇരിക്കും. 3, 4, 5 ഇഞ്ച് നീളമുണ്ട്. അത് പിടുങ്ങി അത് പറിച്ച് മുടിയെ പോലെ പിന്നി, അതൊരു കിരീടം പോലെ ചുറ്റി, മുടിയെ പോലെ പിന്നി അത് മുടി പോലെ ഇങ്ങനെ ചുറ്റി ശിരസിന്മേൽ വയ്ത്ത് തലയിൽ വെച്ച് കോലിനാൽ അടിച്ചാണ്. കോലുകൊണ്ട് അടിച്ചു. ആ മുള്ളില്, അന്ത മുടിയില് 175 മുള്ളുകൾ ഇരുന്നത്. ആ കിരീടത്തില് 175 മുള്ളുണ്ടായി. 175 മുള്ളുകൾ. 175 മുള്ളുകൾ. നിങ്ങൾ ചരിത്രം പഠിച്ചു പാരുങ്ങൾ. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കുക. ദേവനക്ക് മഹിമ. അതൊരു ചെടിതാണ്. അതൊരു ചെടിയാണ്. പടർന്നു പോകുന്ന ചെടി. അതിങ്ങനെ പടർന്നു പോകുന്ന ഒരു മൂട്ടിൽ അവിടെ പിടുങ്ങി അത് ചോട്ടിൽ നിന്ന് പറിച്ച് മുള്ളു പോലെ, അത് മുടി പോലെ പിന്നി, ഒരു മുടി പോലെ കിരീടം പോലെ ചുറ്റി. അത് 175 പെരിയ മുള്ളുകൾ. 175 വലിയ മുള്ളുകൾ. ഒരു മുള്ളെൻപത്, ഒരു മുള്ളെന്നുള്ളത് ഒരു ഇരുമ്പാണിയെ പോലെ ഇരിക്കും. ഇരുമ്പാണി പോലെ ഇരിക്കും. അത് ഉടയ്ക്കാൻ മുടിയാതെ. അത് ഒടിക്കാൻ പറ്റില്ല. ആണിയെ പോലെ ഇരിക്കും. ഇരുമ്പാണി പോലെ ഇരിക്കും. അതിന് ഒരു പെരിയ തേളിൻ വിഷം ഇരിക്കും. അതിലൊരു വലിയ തേളിന്റെ വിഷമുണ്ട്. കൊടും തേൾ, ഒരു കരിന്തേളിന്റെ വിഷം. അതിന്റെ വിഷം ഇരിക്കും. അതിന്റെ വിഷം. ഒരു മുള്ളു പോലെ ഒരു മനുഷ്യനെ കൊല ചെയ്യ. ഒരു മുള്ളു മതി ഒരു മനുഷ്യൻ മരിക്കാൻ. അപ്പോ യേശുവിന്റെ ശിരസിൽ അടിച്ച വേളയിൽ അടിച്ച സമയത്ത് 53 മുള്ളുകൾ പായ്ച്ചത്. 53 മുള്ളുകൾ തറച്ചു കയറി. 53 മുള്ളുകൾ. 53 മുള്ളുകൾ എങ്ങനെയായിരിക്കും? ഒരു മുള്ളു പോലും ഒരു മനുഷ്യനെ കൊല ചെയ്യും. ഒരു മുള്ളു മതി ഒരു മനുഷ്യൻ മരിക്കുക. 53 മുള്ളുകൾ. 53 മുള്ളുകൾ. 53 കൊടും കരിം തേൾ ഒരു മനുഷ്യനെ കൊത്തിനാൽ എപ്പടി ഇരിക്കും? 53 കരിന്തേളുകൾ ഒരു മനുഷ്യനെ കൊത്തിയാൽ എങ്ങനെയായിരിക്കും? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതൊരു പാട്. അത് 4ാമത്തെ വിഷയം. അത് 4ാമത്തെ വിഷയം. നമ്മുടെ മനതിൽ വരുகிறது, சிந்தனையில் வருகிறதான போராட்டத்தில் இருந்து விடுதலை தரும்படியாக இயேசு தன்னுடைய சிரசின்மேൽ മുള്ളുകളെ മുടിവയ്ക്ക അവർ ഇടം കൊടുത്താർ. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ നേരിടുന്ന പോരാട്ടങ്ങളിൽ നിന്ന് വിടുതൽ നൽകേണ്ടതിന് യേശു തന്റെ തലയിൽ മുൾമുടി കൊണ്ട്. 5ാമത് വസനം, 5ാമത്തെ വാക്യം. നിറയെ വസനങ്ങളുണ്ട്. ഈ 5 വസനങ്ങൾ ദയവ് ചെയ്ത് പാരാമൽ പഠിച്ച് ധ്യാനം പണ്ണുങ്ങൾ. ഈ 5 വാക്യങ്ങൾ ദയവായിട്ട് കാണാതെ പഠിച്ച് നിങ്ങൾ ധ്യാനിക്കണം. അടുത്ത കടേശിയാക അവസാനമായി യെശയ്യ 52 അധികാരം 14 വസനം. യെശയ്യ 52 അധ്യായത്തിന്റെ 14 വാക്യം. യെശയ്യ 52:14. യെശയ്യാവ് 52:14. അവരെ കണ്ടാൽ ഒരു മനുഷ്യനെ പോലില്ല. തന്നെ കണ്ടാൽ ഒരു മനുഷ്യനെ പോലെ. മലയാളത്തിൽ പഠിക്കുക. മലയാളത്തിൽ വായിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാർ വിരൂപമായിരിക്കൊണ്ട്. അത് പാത്ത ഒരു മനുഷ്യനെ പോലില്ല. തന്നെ കണ്ട ഒരു മനുഷ്യനാണെന്ന് തോന്നുകയില്ല. എങ്കിയാவது பார்த்திருக்கிறீர்கள் அப்படிப்பட்ட சிலுவை? അങ്ങനെയുള്ള ഒരു ക്രൂശ് നിങ്ങൾ എവിടെയെങ്കിലും? அதுதான் ബൈബിളിലെ സിലുവ. അതാണ് ബൈബിളിലെ ക്രൂശ്. യെശയ്യാ ദീർഘദർശി ദർശനமாக കണ്ടാർ. യെശയ്യാ പ്രവാചകൻ അത് ദർശനത്തിൽ കണ്ടു. ദർശനം ഉണ്മേ, ദർശനം സത്യമാണ്. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ദാനിയേൽ சொன்னார், ദാനിയേൽ പറഞ്ഞു, നെബൂഖദ്നേസർ രാജാ നീ കണ്ട സ്വപ്നം ഉണ്മേ. നെബൂഖദ്നേസർ രാജാവ് നീ കണ്ട സ്വപ്നം സത്യം. ഉണ്മേ, ആ ദർശനം സത്യം. ആകയാൽ യെശയ്യാ കണ്ടതാണ് സിലുവൈ ദർശനം ഉണ്മേ. അതുകൊണ്ട് യെശയ്യാ കണ്ടതായ ക്രൂശിന്റെ ദർശനം സത്യം. യേശു അവിധமான നിലമയിൽ കാണപ്പെട്ടാർ. യേശു അപ്രകാരമുള്ള അവസ്ഥയിൽ കണ്ട അനേകർ ഭ്രമിപ്പടൈന്താർ. അവനെ കണ്ട അനേകർ ഭയന്നു പോയി. മനുഷ്യനെ പോലില്ല, മനുഷ്യനെ പോലെ അല്ല. അവനക്ക് രൂപമില്ല, താൻ വിരൂപമായി പോയി. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അടിച്ചടി കൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് മൂക്കെല്ലാം പിടുങ്ങിയിരിക്കും, മൂക്കെല്ലാം പറിച്ചെടുത്തിരിക്കും, പിടുങ്ങിയിരിക്കും, അധരങ്ങളൊക്കെ പറിച്ചെടുത്തിരിക്കും, അവളെല്ലാം പിടുങ്ങിയിരിക്കും, അവളെല്ലാം പറിച്ചെടുത്തിരിക്കും, പിടുങ്ങിയിരിക്കും, വായും പറിച്ചിരിക്കും. ഒന്ന് യോസിച്ച്
யோசிச்சு பாருங்க. ഒന്ന് ചിന്തിച്ചു നോക്കുക, அவன் எப்படி அடிச்சிருப்பான்? എങ്ങനെയാണ് തന്നെ അടിച്ചത്? സമാധാനത്തോട് അടിച്ചിരുപ്പാൻ. സമാധാനത്തോടെ പതുക്കെയാണോ അടിച്ചത്? கொசுவை அடிக்கிற போல அடிச்சிருப்பான். കൊതുകിനെ അടിച്ചതുപോലാണ് അടിച്ചത്. ഒരടിയിൽ ഉന്നെ കൊല ചെയ്യ പോറേൻ. ഒരു അടി കൊണ്ട് ഞാൻ നിന്നെ കൊല്ലും. ആ ജനങ്ങളെല്ലാം അട്ടഹസിക്கிறாங்க. ജനങ്ങളെല്ലാം ആർത്തട്ടഹസിക്കുന്നു. എല്ലാവരും பார்த்துக்கொண்டிருக்கிறாங்க. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അവനെ അടിച്ചാர்கள். തന്നെ അടിച്ചോ? ഏൻ ഇവളും കൊടുമേ? എന്തുകൊണ്ട് ഇത്ര ക്രൂരത? അതാണ് നമ്മുടെ വിഷയം. അതാണ് നമ്മുടെ വിഷയം. ഒരു സാധാരണ രക്ഷിപ്പുക്കാക, സാധാരണ രക്ഷയ്ക്ക് വേണ്ടി, ഒരു വ്യാധിയെ സുഖമാക്കുമ്പടിയാക, രോഗത്തെ സൗഖ്യമാക്കേണ്ടതിനായി ഇவ்வளവും കൊടുമ തേവയാ? ഇത്രയും ക്രൂരത വേണമോ? തേവയില്ല, ആവശ്യമില്ല. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ആകയാൽ യേശു இந்த அளவுக்கு கொடுமையாக പാടുപെട്ട് മരിക്ക കാരണം എന്ന്? യേശു ഇത്രത്തോളം ദാരുണമായി പാടുകൾ അനുഭവിച്ച് മരിക്കുവാൻ കാരണം എന്ത്? ഇത് നാം യാവരും അറിഞ്ഞുകൊള്ള വേണ്ടിയ സത്യം. ഇത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന സത്യമാണ്. ഈ സത്യത്തെ നീ വിളങ്ങിക്കൊണ്ടാൽ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ, നിങ്ങൾ പരിശുദ്ധத்துக்கு 100% ഒപ്പുകൊടുത്ത് ജീവിപ്പീர்கள். നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി 100% ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കും. സത്യത്തെയും അറിവീர்கள், സത്യം നിങ്ങളെ വിടുതലയാക്കും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം. ഇനി 5 പഞ്ചകായങ്ങൾ എന്ന് നാം சொல்கிறோமே. പഞ്ചകായങ്ങളിൽ 5 മുറിവ് നാം പറയുന്നത്. ഇங்கே ഒരു കായം, ഇവിടെ കയ്യിലൊരു മുറിവ്, ഒരു കായം, കയ്യിലൊരു മുറിവ്, 2 കായം, 2 മുറിവ്, കാലിലൊരു കായം, കാലിലൊരു മുറിവ്, വിലാവിലൊരു കായം, വിലാപ്പുറത്തൊരു മുറിവ്, തലയിലൊരു കായം. തലയിലൊരു മുറിവ്. ഇല്ല, അതല്ല. இந்த காயங்களை 5ஆக பிரிக்கலாம். ഈ 5 മുറിവുകളെ 5ആയിട്ട് വിഭാഗിക്കാം. முதலாவது காயம், ഒന്നാമത്തെ മുറിവ് ഗെത്സമന തോട്ടത്തിൽ ഗെത്സമനയിൽ യേശുവെ പിടിച്ച വേളയിൽ യേശുവിനെ പിടിച്ചപ്പോൾ അവர்கள் கையினால കുത്തിനാர்கள், കൊട്ടിനാர்கள், മുട്ടിനാர்கள் എന്ന് നാം വാസിக்கிறோம். അവരെ കൈകൊണ്ട് മുഷ്ടി ചുരുട്ടി കുത്തിയെന്നും ഇടിച്ചുവെന്നും അടിച്ചുവെന്നും ഒക്കെ നാം വായിക്കുന്നു. യെശയ്യാ 53 അധികാരത്തിനുடைய 53 അധികാരം പഠിங்க. 53 5 വചനം. 53 5 വാക്യം. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും അടുത്ത് നമ്മുടെ അക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു, കായപ്പെട്ടും ഇരിക്കാർ. അതാ ഞാനിപ്പോ ഒരു കുത്തുകുത്തിനാൽ, ഞാൻ ഒരു കുത്തുകുത്തിയാൽ ഒന്നും தெரியாது, പുറത്തൊന്നും അറിയില്ല. ஆனா உள்ளுக்குள்ள காயம் இருக்கும். എന്നാൽ അകത്ത് പരിക്കേൽക്കും. அந்த காயத்துக்கு பேர் தான் ஊமக்காயம். ആ മുറിവിന്റെ പേരാണ് ഊമ ആയിട്ടുള്ള മുറിവ്, അല്ല പുറത്തറിയാത്ത മുറിവ്. ஊமக்காயம், പുറത്തറിയാത്ത മുറിവ്. எப்படி போர் சேவகர் அடித்தார்கள்? എങ്ങനെയാണ് പടയാളികൾ അടിച്ചത്? തട്ടിനാர்கள், കൊട്ടിനാர்கள் എന്ന് വേദത്തിൽ വാസിக்கிறோம். മുഷ്ടി ചുരുട്ടി കുത്തിയെന്നും ഇടിച്ചുവെന്നും അടിച്ചുവെന്നും. எப்படி കുത്തി இருப்பான்? എങ്ങനെയായിരിക്കും അവർ മുഷ്ടി ചുരുട്ടി പടയാളി എങ്ങനെയായിരിക്കും അടിച്ചത്? ഒരു കൊട്ടു കൊട്ടി എപ്പടി കൊട്ടിയിരുപ്പാൻ? തലയിൽ ഒരു അടിയടിച്ചത് എങ്ങനെയായിരിക്കും? കായങ്ങൾ വരാതെ, പുറമെ മുറിവൊന്നുമില്ല, വലിയ കായങ്ങൾ വരക്കൂടാതെ, പുറമെ മുറിവ് വരരുത്. ഇപ്പൊ നമ്മുടെ മധ്യയിൽ ഒരു തിരുടൻ വന്നാൽ, നമ്മുടെ ഇടയിൽ ഒരു കള്ളം വന്നാല് നാം പിടിക്കും, നമ്മൾ പിടിക്കും. ആന നാം പിടിക്കലാം, നമുക്ക് പിടിക്കാം. അടിക്കാൻ അധികാരമില്ല, അടിക്കുവാൻ അധികാരമില്ല. ശരീരത്തിൽ കായം വരക്കൂടാതെ, തന്റെ ശരീരത്തെ പരിക്കേൽക്കാൻ ഒരു കൊമ്പ് വെച്ച് അവനെ അടിച്ച് കായപ്പെട്ടാൽ, ഒരു വടി കൊണ്ട് തന്നെ അടിച്ച മുറിവേറ്റ പോലീസ് വരും. എപ്പടി ഉനക്ക് കായം വന്നത്? എങ്ങനെയാണ് മുറിവ് വന്നത്? ഇന്നാർ അടിച്ചാങ്ക, ഇന്ന വ്യക്തിയാണ് അടിച്ചത്, ഉന്നെ അറസ്റ്റ് പണിക്കൊണ്ട് പോവാം, നിങ്ങളെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഇന്ത്യൻ പ്രമാണം, അതാണ് ഇന്ത്യയുടെ നിയമം. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അതിനാൽ എന്നെ ചെയ്യുവാങ്ക ഒരു മുട്ടുമുട്ടിട്ട് പോയിട്ടേ ഇരുപ്പാങ്ക, നിക്ക മാട്ടാങ്ക, പോയിട്ടേ ഇരുപ്പാങ്ക. അതുകൊണ്ട് ഒരു ഇടി ഇടിച്ചിട്ട് വേഗം സ്ഥലം വിടും. അവിടെ சொல்லக்கூடாது എന്നെ ഇടിച്ചാങ്ക, കാരണം എന്നെ ഇടിച്ച നിയമം പറയരുത്. കായം വരക്കൂടാതെ, പരിക്ക് പുറമെ കാണരുത്. ഊമക്കായം, അതാണ് ആന്തരിക ക്ഷതം. രാത്രി മുഴുവതും, ആ രാത്രി മുഴുവനും ഗെത്സമന തോട്ടത്തിലിരുന്ന്, ഗെത്സമനെ തോട്ടത്തിൽ അന്ന് രാത്രി മുഴുവതും, രാത്രി മുഴുവനും യൂദ പോർ സേവകർ, യഹൂദ പടയാളികൾ തട്ടിനാറുകൾ, കൊട്ടിനാറുകൾ, മുട്ടിനാറുകൾ, യേശുവിനെ അടിച്ചു ഇടിച്ചു. അവന്റെ ശരീരം മുഴുവൻ കായപ്പെട്ടത്, ശരീരം മുഴുവനും പരിക്കേറ്റു, ഉൾക്കായപ്പെട്ടത്, ആന്തരിക ക്ഷതം. അത് എതിർക്കാക, എന്തിനു വേണ്ടി? നമ്മുടെ അക്രമങ്ങൾ നിമിത്തം അവർ കായപ്പെട്ടാൽ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നു. ജന്മപാപത്തുക്കാക കായപ്പെട്ടാൽ, നമ്മുടെ ജന്മപാപത്തിന് വേണ്ടി അവൻ മുറിവേറ്റു. കർമ്മപാപത്തുക്കാക വെളിരംഗமான കായപ്പെട്ടാൽ, നമ്മുടെ കർമ്മപാപങ്ങൾക്ക് വേണ്ടി അവൻ ബാഹ്യമായി മുറിവേറ്റു. ദൈവത്തിന് മഹത്വം. നിന്റെ ജന്മപാപത്തുക്കാക, നിന്റെ ജന്മപാപത്തിന് വേണ്ടി കായപ്പെട്ടാൽ യേശു മുറിവേറ്റു. അതുதான் முதலாவது കായം. അതാണ് ഒന്നാമത്തെ മുറിവ്. ഊമക്കായം, അതാണ് ആന്തരികമായ മുറിവ്. ശരീരത്തിലും കായം, മുഴുവൻ ശരീരത്തിലും ആ മുറിവ്. കൊടലുക്കുള്ള കായം, കൊടലിൽ മുറിവ്, മുതുകിൽ കായം, മുതുകിൽ പരിക്ക്, എല്ലാ പകുതിയിലും കായം, മുഴുവൻ ശരീരത്തിൽ പരിക്ക്. കായം. അതാണ് ഒന്നാമത്തെ മുറിവ്. 53 അധികാരത്തിനുടെ 2-ാം പകുതി. 53 അധ്യായത്തിന്റെ 53 5 വചനം. 53 5 വീണ്ടും വായിക്കും.
അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ്. അതിക്രമം എന്ന് சொல்லுவது കർമ്മ പാപം. അതിക്രമം എന്ന് പറയുന്നത് കർമ്മപാപം. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അകൃത്യങ്ങൾ എന്ന് சொல்லுவது ജന്മ പാപം. അകൃത്യം എന്ന് പറയുന്നത് ജന്മപാപം. അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. അവർ കായപ്പെട്ടാർ. തമിഴിൽ പഠിക്കുക, അത് മറ്റും പഠിക്കുക, അത് മറ്റും. நம்முடைய மீறுதல்கள் நிமித்தம் മീറുതലുകൾ നിമിത്തം அவர் காயப்பட்டு കായപ്പെട്ടാർ. நம்முடைய அக்கிரமங்கள் நிமித்தம் அவர் நொறுக்கப்பட்டார். അക്രമങ്ങൾ നിമിത്തം നുറുക്കപ്പെട്ടാർ. അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. அதுதான் ஊமக்காயம். അതാണ് ആന്തരികമായിട്ടുള്ള മുറിവ്. அதான் முதல் காயம். അതാണ് ഒന്നാമത്തെ. രണ്ടാമത് കായം രണ്ടാമത്തെ മുറിവ് വാറിനാൽ അടിച്ചപ്പോഴുണ്ടാന കായങ്ങൾ. ആ ചാട്ടവാറ് കൊണ്ട് ചമ്മട്ടിയോട് അടിച്ചപ്പോൾ ഉണ്ടായ മുറിവുകൾ. വാറിനാൽ അടിച്ചപ്പോഴുണ്ടാന കായം രണ്ടാമത് കായം. ആ ചാട്ടവാറ് കൊണ്ട് അടിച്ചപ്പോൾ ഉണ്ടായ മുറിവുകൾ രണ്ടാമത്തെ. മൂന്നാമത് കായം മൂന്നാമത്തെ മുറിവ് அந்த ആണികളാൽ ഉണ്ടാന കായം. ആണികളാൽ ഉണ്ടായ മുറിവുകൾ. 13 അങ്കുലം നീളമുള്ള ആണി. 13 ഇഞ്ച് നീളമുള്ള ആണി. തുരുപിടിച്ച ആണി. തുരുമ്പെടുത്ത ആണി. ഒരു മനുഷ്യൻ തൊങ്കக்கூடிய അളവുക്ക് നല്ല ഘനമുള്ള ആണി. ഒരു മനുഷ്യനെ തൂക്കിടക്കുവാൻ തക്കോണം വണ്ണമുള്ള ഒരു ആണി. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. അത് തുരുപിടിച്ച ആണി. അത് തുരുമ്പെടുത്തതാണ്. 13 അങ്കുലം നീളം. 13 ഇഞ്ച് നീളമുണ്ട്. അവരെ അടിച്ച പിற்பாடு മടക്കി വെപ്പാങ്ക. അതിനെ അടിച്ചിട്ട് അത് മടക്കി വെക്കും. അതുதான் മൂന്നാമത് കായം. അതാണ് മൂന്നാമത്തെ മുറിവ്. തുരുപിടിച്ച ആണികളാൽ ഉണ്ടാന കായങ്ങൾ. തുരുമ്പെടുത്ത ആണികളാൽ ഉണ്ടായ മുറിവ്. ഇനി നാലാമത് കായം. നാലാമത്തെ മുറിവ്. മുള്ളുകളാൽ ഉണ്ടാന തലയിലെ കായങ്ങൾ. മുള്ളുകളാൽ തലയിലുണ്ടായ മുറിവ്. നാലാമത്തെ മുറിവ്. അഞ്ചാമത് കായം. അഞ്ചാമത്തെ മുറിവ്. വിലാവിൽ കുത്തിന കായം. വിലാപ്പുറത്ത് കുത്തിയ മുറിവ്. കായം. ഇതാ ഒന്നാമത്തെ. അയാൾ യേശുവിന്റെ കായം ഒന്ന് ഇങ്ങ ഒന്നങ്ക ഇങ്ങ ഒന്ന് കായമില്ലേ എന്റെ അർത്ഥമല്ലേ. അപ്പൊ യേശുവിന്റെ മുറിവ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ശരീരവും കായം. ശരീരം മുഴുവനും മുറിവാണ്. പാർത്താൽ ഒരു ആളല്ലേ. തന്നെ കണ്ട ഒരാളല്ലെന്ന് തോന്നാം. അവനക്ക് ഒരു രൂപമില്ല. തനിക്കൊരു രൂപമല്ല, വിരൂപമാണ്. വിളവ് അന്ത കേടടൈന്തപടിയിനാൽ അത്രത്തോളം വിരൂപമായി. അവരെ കണ്ട അനേകർ ഭ്രമിപ്പടൈന്താർ. അനേകർ അവനെ കണ്ട് ഭ്രമിച്ചുപോയി. യേശുവിനാലെ സൗഖ്യം പെറ്റതാണ് ബെർദലോമായി. യേശുവിനാൽ സൗഖ്യം പ്രാപിച്ച ബെർത്തലോമായി. അവൻ കുരുടനായി ഇരുന്താൻ. കുരുടനായിരുന്നു. പാർവയറ്റവനാக இருந்தான். കാഴ്ചയില്ലാത്തവനായിരുന്നു. ഒരു വേള അങ്ങ് വന്നിരുപ്പാൻ. അവൻ ഒരുപക്ഷെ അവിടെ വന്നിരിക്കാം. ഇത് കേൾവിപ്പെട്ട് ഇത് കേട്ടിട്ട് അയ്യോ എന്റെ യേശുവേ കൊല ചെയ്തിട്ടാങ്ങളാ. അയ്യോ എന്റെ യേശുവിനെ കൊന്നു കളഞ്ഞു. നന്മ ചെയ്ത യേശു. അയ്യോ നന്മ ചെയ്ത യേശു. കണ്ണുക്ക് പാർവ തന്ന യേശു. എന്റെ കണ്ണിന് കാഴ്ച തന്ന യേശു. കുഷ്ഠരോഗി വന്നിരിക്കലാം. കുഷ്ഠരോഗി വന്നിരിക്കാം. അനേകർ വന്നാர்கள். അനേകർ വന്നു. യേശുവെ പാർത്താர்கள். യേശുവിനെ കണ്ടു. ഓ ഇവർ യാർ. അയ്യോ ഇവൻ ആരാണ്? ഇവൻ ആര്? എന്നോട് യേശുദാനാ. എന്റെ യേശുവാണോ? തിരികരുതില്ലയേ. അത് മനസ്സിലാകുന്നില്ല. രൂപം മാറിവിട്ടത്. രൂപം മാറിപ്പോയത്. അഴുതാர்கள். അവർ കരഞ്ഞോ. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. അപ്പുറം അവരെ തൂക്കിക്കൊണ്ട് പോകുമ്പോ തന്നെ എടുത്തുകൊണ്ട് പോകുമ്പോ സിലുവയെ തൂക്കിക്കൊണ്ട് ക്രൂസ് എടുത്തുകൊണ്ട് പോകുമ്പോ യെരുശലേം കുമാരത്തികൾ യെരുശലേം പുത്രിമാർ യേശുവിന്റെ പിന്നാലെ വന്ന് യേശുവിന്റെ പിന്നാലെ വന്നു പോനാர்கள். യേശു തള്ളാടി തള്ളാടി പോകുറാர்கள். യേശു ആടി ആടി പോകുകയാണ്. യേശുവിന്റെ കാൽപാദത്തിലെ സത ഇല്ല. യേശുവിന്റെ കാൽപാദത്തിലെ മാംസമില്ല. അടിച്ച് പാദത്തിലെ സതയെല്ലാം പിടുങ്ങിയാச்சு. അടിച്ചടിച്ച് കാൽപാദത്തിലെ മാംസമെല്ലാം പറിച്ചു. ചെരുപ്പില്ല. തനിക്ക് ചെരുപ്പില്ല. നല്ല കല്ലുകളുള്ള റോഡിലൂടെ നടത്തിനാர்கள். കല്ലുകളുള്ള റോഡുകൾ കൂടെ തന്നെ നടത്തി. യേശുവിന് നടക്ക മുടിகிறதில்லை. യേശുവിന് നടക്കുവാൻ കഴിയുന്നില്ല. യെരുശലേം കുമാരത്തികൾ വന്നാர்கள். യെരുശലേം പുത്രിമാർ വന്നു. അഴുതുകൊണ്ടേ പോനാர்கள். കരഞ്ഞുകൊണ്ട് വന്നു. യേശു തിരുമ്പി പാർത്ത് യേശു തിരിഞ്ഞു നോക്കി. യെരുശലേം കുമാരത്തികളെ യെരുശലേം പുത്രിമാരെ எனக்காக அழ வேண்டாம். എനിക്ക് വേണ്ടി കരയേണ്ട. உங்களுக்காகவும் നിങ്ങൾക്ക് വേണ്ടി உங்கள் பிள்ளைகளுக்காகவும் നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി நீங்கள் அழுது கொள்ளுங்கள். നിങ്ങൾ കരഞ്ഞുകൊള്ളുവിൻ. எனக்காக அழ வேண்டாம். എനിക്ക് വേണ്ടി കരയേണ്ട. நான் பிதாவின் சித்தம் செய்கிறேன். ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നു. நான் பட வேண்டிய பாடுகள். ഇത് ഞാൻ അനുഭവിക്കേണ്ട പാടുകൾ. இந்த பாடுகளுக்கு ஒரு நோக்கம் உண்டு. ഈ കഷ്ടങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. ഇതൊന്നും വീണല്ല. ഇതൊന്നും വെറുതെയല്ല. പിതാവിന്റെ സിത്തം ഞാൻ ചെയ്യുகிறேன். പിതാവിന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു. ஆனால் எனக்காக അതുകൊണ്ട് എനിക്ക് വേണ്ടി என்னுடைய பாடுகளுக்காக എന്റെ പാടുകൾ നിമിത്തം என்னுடைய காயங்களுக்காக എന്റെ മുറിവുകൾക്കായി என்னுடைய രക്തം സിന്തുகிறது பார்த்து ഞാൻ രക്തം ചൊരിയുന്നത് കണ്ട് എന്റെ നിലമയെ பார்த்து എന്റെ അവസ്ഥയെ കണ്ട് യെരുശലേം കുമാരത്തികളെ നിങ്ങൾ അഴ വേണ്ടാം. യെരുശലേം പുത്രിമാരെ നിങ്ങൾ കരയേണ്ട. ஆனால் உங்களுக்காகவும் എന്നാൽ നിങ്ങൾക്ക് വേണ്ടി உங்கள் பிள்ளைகளுக்காகவும் നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അഴുതു കൊള്ളുங்கள். നിങ്ങൾ കരഞ്ഞുകൊള്ളുവിൻ. ഇവ്വളവും പാടും. അത്രത്തോളം പാടും. പാടും. അത്രത്തോളം കഷ്ടങ്ങൾ. ഏൻ പാടുപെട്ട? എന്തുകൊണ്ട് പാടുപെട്ടു? ഒരു രക്ഷിപ്പുക്കാ? എന്റെ രക്ഷയ്ക്ക് വേണ്ടിയോ? ഇല്ല. അല്ല. ഉന്റെ രോഗത്തെ സുഖമാക്കുന്നതുക്കാ? എന്റെ രോഗം സൗഖ്യമാക്കുന്നതിനോ? അല്ല. ബലവീനങ്ങൾക്കാ? ബലഹീനതകൾക്കോ? ഇല്ല. അല്ല. ഉன்னுடைய ഉലകത്തിൻപടിയുള്ള നന്മകൾക്കാ? ലൗകിക നന്മകൾക്കോ? ഇല്ല. അല്ല.
അതേ പാർക്കിലും മേന്മയാനൊരു നോക്കമുണ്ട്. അതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശമുണ്ട്. ഇത് നാം ചിന്തിക്ക വേണ്ടും. അതാണ് നാം ഈ ധ്യാനിക്കേണ്ടത്. സത്യത്തെ നിങ്ങൾ യാവരും അറിയ ഈ വേണ്ടും. സത്യം നിങ്ങൾ എല്ലാവരും അറിയണം. പലയിടത്തിലും പേശി വരികയാണ്. ഞാൻ പലയിടത്തും പറഞ്ഞു വരും. നിങ്ങൾ എന്നോട് കാസറ്റ് മുന്തി കേട്ടിരിക്കലാം. നിങ്ങൾ ഒരുപക്ഷെ അതിന്റെ കാസറ്റ് നേരത്തെ കേട്ടിരിക്കാം. ആനാലും ഇതേ സത്യത്തെ പേശ ദേവൻ சொன்னபடினால் இப்போது நான் மறுபடியும் பேசுகிறேன். അതുകൊണ്ട് ഈ സത്യം പറയുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് വീണ്ടും പറയുന്നു. നോക്കം എന്ന് കാൽവരിയുടെ ഉദ്ദേശം എന്താ? വെറും പാപികളെ രക്ഷിക്കുന്നതുക്ക് മറ്റുമല്ല, വെറും പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല, അതേ പാർക്കിലും മേന്മയാൻ ഒരു നോക്കമുണ്ട്. അതിനേക്കാളും ഉന്നതമായ ഒരു ഉദ്ദേശമുണ്ട്. അതുതാൻ യെശയ്യാ 53 അധികാരം 10 വചനം. അതാണ് യെശയ്യാ പ്രവചനം 53 അധ്യായത്തിന്റെ 10 വാക്യം. യെശയ്യാ 53:10. യെശയ്യാവ് 53:10. എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും അവൻ യഹോവയുടെ ഇഷ്ടം നിവാരണ ബലിയെ സെലുത്തുമ്പോൾ സന്തതിയെ കണ്ടാർ. അവൻ ഒരു അകൃത്യയാഗം അർപ്പിച്ചപ്പോൾ ഒരു സന്തതിയെ കണ്ടു. കൽവാരിയിലെ ബലിയാനത് കുറ്റനിവാരണ ബലി. കാൽവരിയിലെ യാഗം എന്നുള്ളത് അകൃത്യയാഗമാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന്റെ മഹത്വം. 1 യോഹന്നാൻ 2 അധികാരം 2 വചനത്തെ വാസിക്കുമ്പോൾ 1 യോഹന്നാൻ 2 അധ്യായത്തിന്റെ 2 വാക്യം വായിക്കുമ്പോൾ കൃപാധാര ബലി എന്ന് വാസിக்கிறோம். കൃപാദാന യാഗം എന്ന് വായിക്കുന്നു. അവൻ കുറ്റനിവാരണ ബലി സെലുത്തുമ്പോൾ അവൻ പാപ പരിഹാര യാഗം അർപ്പിക്കുമ്പോൾ പാട് സഹിത്ത് രക്തത്തെ സിന്തി അവൻ മരിക്കുമ്പോൾ അത്രത്തോളം പാടുകൾ സഹിച്ച് രക്തം ചൊരിഞ്ഞവൻ മരിക്കുമ്പോൾ അവൻ സന്തതിയെ കണ്ടാർ. അവനൊരു സന്തതിയെ കണ്ടു. இந்த സന്തതിക്ക് താൻ പാടുപെട്ടാർ. ഈ സന്തതിക്ക് വേണ്ടിയിട്ടാണ് അവൻ കഷ്ടം അനുഭവിച്ചത്. വിളങ്ങിക്കൊള്ളുക, എല്ലാവരും മനസ്സിലാക്കണം. സന്തതി, ഒരു സന്തതി. ഇനി ഈ സന്തതിയ, ഈ സന്തതി ആരാ? വേദത്തിൽ അനേക സന്തതികളെ കുറിച്ച് നാം വാസിക്കുന്നു. ബൈബിളിൽ അനേക സന്തതിമാരെ കുറിച്ച് നാം വായിക്കുന്നു. ഇതൊരു മേന്മயான സന്തതി. ഇതൊരു ശ്രേഷ്ഠനായ സന്തതിയാണ്. இந்த സന്തതി എപ്പടിപ്പെട്ട സന്തതി? ഈ സന്തതി എങ്ങനെയുള്ള സന്തതിയാണ്? മറുപടിയും 22 സംഗീതം 30 വചനത്തെ വാസിക്കുമ്പോൾ വീണ്ടും 22 സങ്കീർത്തനം 30 വാക്യം വായിക്കുമ്പോൾ 22:30 22:30 ഒരു സന്തതി ഒരു സന്തതിയുണ്ട്, തലമുറയാക അവരെ സേവിപ്പാർകൾ. ഒരു സന്തതിയുണ്ട്, തലമുറയായി അവനെ സേവിക്കുന്നു. പാരുങ്ങൾ, തലമുറയാക സേവിക്കുന്ന സന്തതി. തലമുറയായി സേവിക്കുന്ന ഒരു സന്തതി. ഒരു തലമുറയല്ലേ, ഒരു തലമുറയല്ല, തലമുറയായി നിത്യമായി യുഗങ്ങളായി മുടിവില്ലാത്ത കാലം, അനന്തമായി ഭൂമിയിലെ കാര്യമല്ല നിത്യരാജ്യത്തിൽ இந்த സന്തതി അവരെ സേവിപ്പാർകൾ. ഈ സന്തതി അവനെ സേവിക്കും. സേവിക്കാൻ சொன்னால் ആളുക ചെയ്വാർകൾ. സേവിക്കും എന്ന് പറയുമ്പോൾ ഭരിക്കും. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അതിനാൽ വെളിപ്പെടുത്തൽ 12 അധികാരം 5 വചനത്തെ വാസിക്കുമ്പോൾ അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിന്റെ 5 വാക്യം വായിക്കുമ്പോൾ സ്ത്രീയാനവൾ ഒരു ആൺപിള്ളയെ പെറ്റെടുത്താൾ. ആ സ്ത്രീ ഒരു ആൺകുട്ടിയെ ജനിപ്പിച്ചു. സകല ജാതികളെയും ഇരുമ്പുകോലാൽ മേയ്ക്കിற ആളുക ചെയ്യുക ആൺപിള്ളை. സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന ഒരു ആൺകുട്ടി. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. இந்த സന്തതി ആളുക ചെയ്യുക സന്തതി. ഈ സന്തതി ഭരിക്കുന്ന സന്തതിയാണ്. ഇത് സാധാരണ സന്തതിയല്ല, ഇതൊരു സാധാരണ സന്തതിയല്ല. നിത്യരാജ്യത്തിൽ ദേവാദി ദേവനോടുകൂടെ ആളുക ചെയ്യുക സന്തതി. നിത്യരാജ്യത്തിൽ ദൈവാദി ദൈവത്തോടുകൂടെ ഭരിക്കുന്ന സന്തതി. இந்த സന്തതി എപ്പടി കാണപ്പെട வேண்டும்? ഈ സന്തതി എങ്ങനെ കാണപ്പെടണം? എന്ത് നിലമയിൽ കാണപ്പെട ഏത് வேண்டும்? നിലവാരത്തിൽ കാണപ്പെടണം? മൽക്കിയ 2 അധികാരം 15 വചനത്തെ വാസിക്കുമ്പോൾ മലാഖി 2:15 വായിക്കുമ്പോൾ മലയാളത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മലയാളത്തിൽ അല്പം വ്യത്യാസമുണ്ട്. തമിഴ് ബൈബിൾ വാസിക്കുമ്പോൾ തമിഴ് ബൈബിൾ വായിക്കുമ്പോൾ അവർ ഒരുവനെയല്ലവ പടയ്ത്താർ, അവൻ ഒരുവനെ അല്ലയോ സൃഷ്ടിച്ചത്, അവനിൽ ആവി പരിപൂർണമായി ഇരുന്നത്, അവന്റെ ആത്മാവ് പരിപൂർണമായിരുന്നു. പിന്നെ ഏൻ ഒരുവനെ പടയ്ക്ക വേണ്ടോ? പിന്നെ എന്തുകൊണ്ട് അവൻ ഒരുവനെ സൃഷ്ടിച്ചു? ഭക്തിയുള്ള സന്തതിയെ പെറുമ്പടി താന്. ഭക്തിയുള്ള ഒരു സന്തതിയെ ജനിപ്പിക്കേണ്ടതിന്. മലയാളത്തിൽ ഇല്ലേ? അങ്ങനെയല്ല മലയാളത്തിൽ. ആംഗ്ലത്തിലും ഇല്ലേ? ഇംഗ്ലീഷിലുമില്ല. തമിഴ് ബൈബിളിലുണ്ട്. തമിഴ് ബൈബിളിലുണ്ട്. തമിഴൊന്ന് പഠിക്കുക, തമിഴൊന്ന് വായിക്കാം. അവർ ഒരുവനെയല്ലവാ പടയ്ത്താർ, ആവി അവരിടത്തിൽ പരിപൂർണമായി ഇരുന്നത്, പിന്നെ ഏൻ ഒരുവനെ പടയ്ക്ക വേണ്ടും? ദേവഭക്തിയുള്ള സന്തതി പെറുമ്പടി താന്.
ദൈവഭക്തിയുള്ള ഒരു സന്തതി അപ്പോ ജനിക്കേണ്ടത്. ഈ യേശുക്രിസ്തു കൽവാരിയിൽ കണ്ട സന്തതി, യേശുക്രിസ്തു കാൽവരിയിൽ കണ്ട സന്തതി, തലമുറ തലമുറയാക സേവിക്കും സന്തതി, തലമുറ തലമുറയെ അവനെ സേവിക്കുന്ന സന്തതി, തലമുറ തലമുറയാക നിത്യം നിത്യമാക ദേവനോടുകൂടെ ആളുകൾ ചെയ്യുന്ന സന്തതി, തലമുറ തലമുറയായി നിത്യനിത്യമായി ദൈവത്തോടുകൂടെ വാഴുന്ന ഒരു സന്തതി. ഈ സന്തതി എപ്പടി ഇരുക്ക ഈ வேண்டும்? സന്തതി എങ്ങനെ കാണപ്പെടണം? ഭക്തിയുള്ള സന്തതിയാക കാണപ്പെട வேண்டும். ഭക്തിയുള്ള ഒരു സന്തതിയായി കാണപ്പെടണം. ഭക്തി 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 എന്ന് சொன்னால் അർത്ഥം என்ன? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? യാക്കോബ് 1-ാം 27-ാം വചനത്തെ വാസിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ, യാക്കോബ് 1:27, യാക്കോബ് 1:27, വിധവകളെയും തിക്കറ്റ പിള്ളകളെയും വിസാരിപ്പതും ഉലകത്താലുള്ള കറപ്പെടാതെ പിടിക്ക് തന്നെ കാത്തുകൊള്ളുവതുമേ தேவனுக்கு முன்பாக மாசில்லாத சுத்தமான ഭക്തിയാക കാണപ്പെടുന്നത്. ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന്റെ മഹത്വം. എന്നാ സന്തതി? എന്താണ് സന്തതി? സന്തതിയുടെ നിലവരം എന്ന? സന്തതിയുടെ അവസ്ഥ എന്താണ്? സന്തതിയുടെ ജീവിതം എന്ന? സന്തതിയുടെ ജീവിതം എന്താണ്? ഉലകത്താലുള്ള കറപ്പെടാതെ പഠിക്ക് തന്നെ കാത്തുകൊള്ള വേണ്ടോ. ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇനി ഇതേക്കുറിച്ച് പരിശുദ്ധ പൗൽ ചൊല്ലുമ്പോൾ, ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, ഞാനൊരു 4-5 വചനങ്ങൾ ചൊന്നെ, 4-5 വചനങ്ങൾ ഞാൻ പറഞ്ഞു. യെശയ്യാ 53:10, യെശയ്യാ 53:10, 22:30, സംഗീതം, സങ്കീർത്തനം 22:30, വെളിപ്പെടുത്തൽ 12:5, വെളിപ്പാട് 12:5, മൽക്കിയ 2:15, മലാക്കി 2:15. இந்த 4 വചനങ്ങളെ, ഈ 4 വചനങ്ങളെ പരിശുദ്ധ പൗൽ ഒന്നാക ഇണൈത്ത് വിശുദ്ധ പൗലോസ് ഒന്നാക്കി ഒരു വചനത്തിൽ ചൊല്ലുகிறார். ഒരു വചനത്തിൽ പറയുന്നു, കൽവാരിയിൽ അവർ മരിച്ചതിനുണ്ട് നോക്കം. കാൽവരിയിൽ താൻ മരിച്ചതിന്റെ ഉദ്ദേശം. அந்த വചനം നിങ്ങൾക്ക് യാവർക്കും ആ தெரியும். വചനം നിങ്ങൾക്കെല്ലാം അറിയാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த வசனம் என்ன சொல்லுகிறது? ആ വചനം എന്താണ് പറയുന്നത്? കറ തിര് മുതലാനത് ഒന്നുമില്ലാமல் പിഴയറ്റതും മഹിമയുമുള്ള സഭയ്ക്കാക നമുക്ക് മുൻപാകെ നിർത്തുമ്പടിക്ക് യേശു തന്നെ താമേ കൽവാരിയിൽ ഒപ്പുകൊടുത്താർ. കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് യേശു കാൽവരിയിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശു എതുക്കാക ഒപ്പുകൊടുത്താർ? യേശു എന്തിനായി സമർപ്പിച്ചു? കറ തിര് മുതലാനത് ഒന്നുമില്ലാமல் പിഴയറ്റ മഹിമയുള്ള സഭയാകുമ്പടിക്ക്, കറ ചുളുക്കം ഒന്നുമില്ലാതെ മാലിന്യമൊന്നുമില്ലാത്ത തേജസ്സുള്ള സഭയാകേണ്ടതിന്, അതായത് മനതിൽ കറയിരാതെ പഠിക്ക്, അതായത് മനസ്സിൽ കറയില്ലാതെ, ശരീരത്തിലും കറയിരാതെ പഠിക്ക്, ശരീരത്തിൽ കറയില്ലാതെ, തിരയിരാതെ പഠിക്ക്, ചുളുക്കമില്ലാതെ, പിഴയറ്റതാക കുറവുകളൊന്നുമില്ലാത്ത ഒരു മഹിമയുള്ള സഭ, ഒരു തേജസ്സുള്ള സഭ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആരുടെ മഹിമ? ആരുടെ തേജസ്? വെളിപ്പെടുത്തൽ 21-ാം അധികാരം 9-10 വചനങ്ങളെ വാസിക്കുമ്പോൾ, വെളിപ്പാട് 21-9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 10-ാം വചനത്തിൽ 10-ാം വാക്യത്തിൽ ദേവനുடைய മഹിമയടൈந்த പുതിയ യെരുശലേം എന്ന് വാസിக்கிறோம். ദൈവ തേജസ് അണിഞ്ഞ പുതിയ യെരൂശലേം എന്ന് വായിക്കുന്നു. ദേവനുடைய മഹിമയടൈந்த പുതിയ യെരുശലേം. ദൈവത്തിന്റെ തേജസ് അണിഞ്ഞ പുതിയ യെരൂശലേം. ദേവനുടെ മഹിമയിൽ ഇരുളില്ല. ദൈവത്തിന്റെ തേജസ്സിൽ ഇരുട്ടില്ല. ദേവനുടെ മഹിമയിൽ പാപമില്ല. ദൈവത്തിന്റെ തേജസ്സിൽ പാപമില്ല. ദേവനുടെ മഹിമയിൽ കറയില്ല. ദൈവത്തിന്റെ തേജസ്സിൽ കറയില്ല. അതുதான் നാം പാടിന പാട്ടിൽ, അതാണ് നാം പാടിയ പാട്ട്. அந்த മഹിമയെ ഞാൻ കാണുമ്പോൾ എന്ന ആനന്ദം. ആ തേജസ് ഞാൻ കാണുമ്പോൾ എന്ത് ആനന്ദം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എല്ലാ വെളിച്ചത്തിലും കറയുണ്ട്. എല്ലാ വെളിച്ചത്തിലും കറയുണ്ട്. ആനാ ദേവനുടെ മഹിമയിൽ കറയില്ല. എന്നാൽ ദൈവത്തിന്റെ തേജസ്സിൽ കറയില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പടിപ്പെട്ട ദേവ മഹിമയിനാൽ അലങ്കൃതമാനത് താൻ പുതിയ യെരൂശലേം. അങ്ങനെയുള്ള ദൈവ തേജസ്സിനാൽ അലങ്കൃതമാണ് പുതിയ യെരൂശലേം. அந்த புதிய எருசலேம் சியோனுக்காக, ആ പുതിയ യെരൂശലേം സിയോന് വേണ്ടി, அதுதான் புதிய ஏற்பாட்டு சபை, അതാണ് പുതിയ നിയമസഭ, எடுத்துக்கொள்ளப்படுகிற சபை. എടുത്തുകൊള്ളപ്പെടുന്ന സഭ. அந்த சபைக்காக ആ സഭയ്ക്ക് വേണ്ടി യേശു കൽവാരിയിൽ ഇவ்வளവും പാടുപെട്ടാർ. യേശു കാൽവരിയിൽ ഇത്രത്തോളം പാടുകൾ അനുഭവിച്ചു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആയ ദേവജനമേ, അവരുടെ പാടുകളെ മറന്നു വിടാതിരുക. അതുകൊണ്ട് ദൈവമക്കളെ, അവന്റെ പാടുകൾ നിങ്ങൾ മറക്കരുത്. നാം കറ തീരെ മുതലാനത് ഒന്നുമില്ലാமல் പിഴയറ്റ മഹിമയുള്ള സഭയാക
மாற்றப்பட வேண்டும். കറ ചുളുക്ക മുതലായതൊന്നുമില്ലാതെ തേജസ്സുള്ള നിഷ്കളങ്കിയായ ശുദ്ധിയായ സഭയായി നാം മാറേണ്ടതിന് ஒரு சின்ன கரை இருந்தால் அங்க போக முடியாது. ഒരു ചെറിയ കറയുണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இன்னைக்கு அநேகர் நரகத்தில் போகிறார்கள். ഇന്ന് അനേകർ നരകത്തിലേക്ക് പോകുന്നു. அநேக சண்டே ஸ்கூல் பிள்ளைகள் பார்த்து சொல்லுகிறார்கள். അനേക സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ അത് കണ്ടു പറയുന്നു. ஹிந்து பிள்ளைகள், ഹൈന്ദവർ, 13 வயசுள்ள பிள்ளைகள், 13 വയസ്സുള്ള കുട്ടികൾ, அவங்களும் டிரான்ஸில் போய் അവരും ആത്മവിശ്വതയിലായി ഇന്നാരെല്ലാം നരകത്തിൽ பார்த்து அவங்க കിടന്ന് അഴുകുகிறார்கள். പിന്നെ ഇന്നവരെല്ലാം നരകത്തിൽ കണ്ടു അവർ കിടന്ന് കരയുകയാണ്. കാരണം എന്ത്? ഉലകത്തിൽ ജീവിച്ച പോത് ലോകത്തിൽ ജീവിച്ചപ്പോൾ മനസ്സും മാംസവും വിരുമ്പി ജീവിത്താர்கள். മനസ്സും ജഡവും ഇച്ഛിച്ചതുപോലെ ജീവിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆகையால் அப்படிப்பட்டவர்கள் புதிய எருசலேம் சீயோனாக மாற முடியாது. അങ്ങനെയുള്ളവർക്ക് പുതിയ യെരൂശലേമായി സിയോനായി തീരുവാൻ കഴിയില്ല. சீயோன் ஆகும்படி எருசலேம் ஆகும்படி தேவன் என்னையும் உங்களையும் அழைத்தார். എന്നാൽ സിയോൻ ആകേണ്ടതിന് യെരൂശലേം ആകേണ്ടതിന് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നു. ஆகையால் நாம் ஒப்பு கொடுப்போமாக. ആകയാൽ നമുക്ക് സമർപ്പിക്കാം. அதுக்கு தான் கல்வாரியில் இந்த அளவுக்கு இயேசு பாடுபட்டார். അതിനാണ് കാൽവരിയിൽ യേശു ഇത്രത്തോളം പാടുപെട്ടത്. சாதாரண ஒரு ரட்சிப்புக்கல்ல, സാധാരണ ഒരു രക്ഷയ്ക്ക് വേണ്ടിയല്ല, சாதாரண ஒரு சுகமாக்குறதுக்கல்ல, സാധാരണ ഒരു സൗഖ്യത്തിന് വേണ്ടിയല്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பழைய ஏற்பாட்டு பரிசுத்தவான்கள் அவருக்கு பலவிதமான கஷ்டங்கள் வியாதிகள் வந்த போதும் அவர்கள் சுகம் பெற்றார்கள். யோபே போன்றவர்கள். ஆனால் இயேசு அந்த காலத்தில் மரிக்கவில்லை. പഴയ നിയമവിശുദ്ധന്മാർ അവർക്ക് പലവിധ കഷ്ടങ്ങൾ രോഗങ്ങൾ വന്നപ്പോഴും അവർ ഇയ്യോബിനെ പോലെ അവർ സൗഖ്യം പ്രാപിച്ചു. പക്ഷെ അന്ന് യേശു മരിച്ചിരുന്നില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதெல்லாம் இயேசுவுக்கு ஒரு சாதாரண விஷயம். അതെല്ലാം യേശുവിന് ഒരു സാധാരണ വിഷയമാണ്. ஆனால் சீயோன் எருசலேம் உருவாக்கப்பட வேண்டும். എന്നാൽ സിയോൻ യെരൂശലേം ഉരുവാകണം. சீயோன் உருவாக்கப்பட வேண்டும். സിയോൻ ഉരുവാകണം. அது லேசான காரியமல்ல. അതൊരു സാധാരണ കാര്യമല്ല. அதுக்குதான் சீயோனுக்கு விரோதமாக அநேகர் எழும்புகிறார்கள். അതുകൊണ്ടാണ് സിയോന് വിരോധമായിട്ട് അനേകർ എഴുന്നേൽക്കുന്നത്. தேவனுடைய நோக்கம், ദൈവത്തിന്റെ ഉദ്ദേശം, நான் சீயோனை கட்டுவேன், ഞാൻ സിയോനെ പണിയും, எருசலேமை கட்டுவேன், യെരൂശലേമിനെ പണിയും, என் சபையை கட்டுவேன். എന്റെ സഭയെ പണിയും. மத்தேயு 16:18 வாசிக்கும் போது 16:18 വായിക്കുമ്പോൾ என் சபையை நான் கட்டுவேன், ഞാൻ എന്റെ സഭയെ പണിയും, பாதாளத்தின் வாசல்கள் மேற்கொள்வதில்லை, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല, பாதாளத்தின் வாசல்கள், പാതാള ഗോപുരങ്ങൾ, விழுந்த ആവികൾ, വീണുപോയ ആത്മാക്കൾ, ലൂസിഫറെ പോன்றவர்கள், ലൂസിഫറിനെ പോലെയുള്ള ദുരാത്മാക്കൾ இந்த என்னுடைய நோக்கத்துக்கு விரோதமாக கிரியை செய்வான். എന്റെ ഉദ്ദേശത്തിന് വിരോധമായി പ്രവർത്തിക്കാം. ஆனால் அவனால மேற்கொள்ள முடியாது. എന്നാൽ അവന് കീഴടക്കാൻ കഴിയില്ല. நான் கட்டுவேன், ഞാൻ പണിയും, நான் கட்டுவேன். ഞാൻ പണിയും. அதுக்காக நான் கல்வாரியில் குற்ற நிவாரண பலியாக மாற்றப்பட்டு അതിനുവേണ്ടി കാൽവരിയിൽ ഞാൻ പാപ പരിഹാരയാഗമായി അകൃത്യയാഗമായി തീർന്നു. கிருபாதார பலியாக நான் மாற்றப்பட்டு പ്രായശ്ചിത്ത ബലിയായിട്ട് ഞാൻ തീർന്നു. என்னை யார் விசுவாசிப்பார்களோ എന്നെ ആര് വിശ്വസിക്കുന്നു அவருடைய எல்லா பாவங்களை நான் மன்னிப்பேன். അവരുടെ എല്ലാ പാപങ്ങളും ഞാൻ ക്ഷമിക്കും. அவருக்கு நான் ஏராளம் கிருபையை தருவேன். അവർക്ക് ഞാൻ ധാരാളം കൃപ കൊടുക്കും. என் கிருபையினால എന്റെ കൃപയാൽ அவர்கள் இந்த வெண்மையான ஜீவியம் செய்ய முடியும். അവർക്ക് ശ്രേഷ്ഠമായ ജീവിതം നയിക്കാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆகையால் சீயோன் எருசலேம் உருவாக்கப்பட வேண்டும். അതുകൊണ്ട് സിയോൻ യെരൂശലേം ഉരുവാക്കപ്പെടണം. இந்த சீயோன் என்ற இடம் எங்கே? ഈ സിയോൻ എന്ന സ്ഥലം എവിടെ? சீயோனை குறித்து நாம் பாடுகிறோம். സിയോനെ കുറിച്ച് നാം പാടുന്നു. ஆனா எங்கே என்று கேட்டால் சரியான ஒரு பதில் நம்மால சொல்ல முடிகிறது இல்லை. എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ശരിയായിട്ടൊരു ഉത്തരം പറയാൻ കഴിയില്ല. பாஸ்டர் ஜோசப் குட்டி சொன்னது போல, പാസ്റ്റർ ജോസഫ് കുട്ടി പറഞ്ഞതുപോലെ நாம் சீயோனை குறித்து எருசலேமை குறித்து அதிகம் பேசுகிறது இல்லை. സിയോൻ യെരൂശലേമിനെ കുറിച്ച് അധികം നാം പറയാറില്ല. അനേക ഊഴിയர்களுം കൂടെ കോങ്കോർഡൻസ് தான் ഒത്തുവാക്യം. ഇന്ന് അനേക ശുശ്രൂഷകർക്കും ഒത്തുവാക്യമാണ്. പോ പോ, അങ്ക പോ, ഇങ്ക പോ, ഇങ്ക പോ, കടച്ച് നരകത്തിലും പോ. അവിടെ പോ ഇവിടെ പോ, എല്ലാം പോയി അവസാനം നരകത്തിലും പോ. അപ്പോ അത് കോങ്കോർഡൻസ്. പോ എന്നുള്ളതിന്റെ കോങ്കോർഡൻസ് അല്ല പ്രസംഗം. പ്രസംഗം എന്നുള്ളത് ഇങ്ങനെ ഒത്തുവാക്യമല്ല. அது நாம் பாவிக்கலாம். ஏதாவது வசனம் மறந்து போனால் நீ கண்டுபிடிக்கிறதுக்காக பாவிக்கலாம். ഏതെങ്കിലും ഒരു വചനം മറന്നുപോയാൽ കണ്ടുപിടിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം. കോങ്കോർഡൻസിൽ പ്രസംഗം பண்ணி பழகக்கூடாது. ഒത്തുവാക്യം നോക്കി പ്രസംഗിച്ച് ശീലിക്കരുത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം.
ആകയാൽ സിയോൻ എങ്കെ, സിയോൻ എവിടെ? സിയോനെ കുറിച്ച് ചില വിഷയങ്ങൾ ചൊല്ലി നമ്മുടെ വിഷയത്തിക്ക് വരുമോ? സിയോനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിൽ நீங்களும் விளங்கிக்கொள்ள வேண்டும். നിങ്ങൾ ഇത് മനസ്സിലാക്കണം. இன்னைக்கு அநேக விசுவாசிகள் சொல்லுகிறார்கள் சியோனும் இல்லை ஒன்றும் இல்லை. ഇന്ന് അനേക വിശ്വാസികൾ പറയുന്ന സിയോനുമില്ല ഒന്നുമില്ല. இதெல்லாம் வெறும் ஒரு கதை தான். ഇതെല്ലാം വെറും കഥയാണ്. ഇത് പാസ്റ്റർ ആൽവിനാൽ ഉണ്ടാന ഒരു കാര്യം. ഇത് പാസ്റ്റർ ആൽവിൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்படி இருந்தால் பாஸ்டர் சி ஜான், பாஸ்டர் ஏசியப்பச்சனை போன்றவர்கள் வைராக்கியமாக பிரசங்கம் பண்ணினார்களே. പാസ്റ്റർ സി ജോൺ, പാസ്റ്റർ എസി അപ്പച്ചനെ പോലെയുള്ളവർ തീഷ്ണതയോടെ പ്രസംഗിച്ചല്ലോ. எத்தனையோ பரிசுத்தவான்கள் பேசினார்கள். എത്ര വിശുദ്ധന്മാർ സംസാരിച്ചു. இந்த சத்தியத்தை ஸ்தாபித்தார்கள். ഈ വിഷയത്തെ അവർ സ്ഥാപിച്ചു. அது വീണായി പോകുമോ? അത് വെറുതെ ആയി പോകുമോ? പരിശുദ്ധ പൗലും சொன்னாரே, വിശുദ്ധ പൗലോസ് പറഞ്ഞുവല്ലോ, സിയോൻ എങ്കെ, സിയോൻ എവിടെ? സിയോൻ നിത്യരാജ്യത്തിൽ സിയോൻ ഉണ്ട്. നിത്യരാജ്യത്തിൽ സിയോൻ ഉണ്ട്. ഭൂമിയിലും സിയോൻ ഉണ്ട് എന്ന് നമുക്ക് தெரியும். ഭൂമിയിൽ സിയോൻ ഉണ്ടെന്ന് നമുക്കറിയാം. 4 ഇടത്തിൽ സിയോൻ ഉണ്ട്. 4 സിയോൻ ഉണ്ട്. ഭൂമിയിലെ സിയോൻ, ഒന്ന് ഭൂമിയിലെ സിയോൻ. 2 സാമുവേൽ 5-ാം അധികാരം 7-ാം വചനത്തിൽ, 2 ശമൂവേൽ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ, എബ്യൂസിനുടെ കയ്യിൽ കാണപ്പെട്ട ഒരു നഗരം, അത് യെബൂസ്യരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു നഗരമാണ്. ദാവീദ് പിടിച്ചെടുത്താർ. ദാവീദ് കീഴടക്കി. അതുക്ക് ദാവീദിൻ നഗരം എന്ന് പേരിട്ടാർ. അതിന് ദാവീദിന്റെ നഗരം എന്ന് പേരിട്ടു. ഭൂമിക്കുറിയ സിയോൻ, അതാണ് ഭൗമിക സിയോൻ. അതേക്കുറിച്ച് നാം പേസുகிறதில்ல. അതിനെക്കുറിച്ച് നാം പറയാറില്ല. നിഴലാട്ടமாக അനേക വിഷയങ്ങൾ കച്ചുകൊള്ളലാം. ദൃഷ്ടാന്തമായിട്ട് അനേക കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാം. അതെല്ലാം നമ്മുടെ നോക്കം. അതല്ല നമ്മുടെ ഉദ്ദേശം. അത് ഭൂമിക്കുറിയ സിയോൻ, അത് ഭൂമിയിലെ സിയോൻ, അഴിവുക്കുറിയ സിയോൻ. നശിച്ചു പോകുന്ന സിയോൻ. ஆனால் நாம் சொல்லுகிற സിയോൻ അഴിവില്ലാത്ത സിയോൻ. എന്നാൽ നാം പറയുന്ന സിയോൻ അത് നശിക്കാത്ത സിയോൻ. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. அப்படிதான் പരിശുദ്ധ പൗൽ சொல்லும்போது, അങ്ങനെ വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, എബ്രായർ 12-ാം അധികാരം 28-ാം വചനത്തിൻപടി, എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യപ്രകാരം, അസവില്ലാത്ത രാജ്യം എന്ന് വാസിக்கிறோம். ഇളകാത്ത രാജ്യമെന്ന് വായിക്കുന്നു. ഉലകത്തിലെ രാജ്യങ്ങളെല്ലാം അസൈവുക്കുറിയ രാജ്യം. ലോകത്തിലെ രാജ്യങ്ങളെല്ലാം ഇളകിപ്പോകുന്നതാണ്. ഉലകത്തിൽ சொல்லப்பட்ட സിയോൻ അസൈந்து വിടും. ലോകത്തിൽ പറഞ്ഞ സിയോൻ ഇളകിപ്പോകാം. അഴിந்து വിടും. അത് നശിച്ചു പോകാം. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. നിത്യ സിയോനുക്ക് അസൈവില്ല. നിത്യ സിയോൻ ഇളകുകയില്ല. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. இந்த സിയോൻ എങ്കെ, ഈ സിയോൻ എവിടെ? മുതലാമത് അതൊരു ഇടം. ഒന്നാമത് അതൊരു സ്ഥലം. അതൊരു സ്ഥലം, ഒരു ഇടം. അതൊരു സ്ഥലമാണ്. എഫേസ്യർ 4-ാം അധികാരം 10-ാം വചനത്തെ വാസിക്കുമ്പോൾ, എഫേസ്യർ 4-ന്റെ 10 വായിക്കുമ്പോൾ, വാനാദി വാനങ്ങൾക്ക് മേലാന ഇടമെന്ന് പരിശുദ്ധ പൗൽ சொன்னார். സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള സ്ഥലമെന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞു. இந்த நித்திய സിയോൻ என்பது വാനാദി വാനങ്ങൾക്ക് മേലെയുള്ള ഇടം. ഈ നിത്യ സിയോൻ എന്നുള്ള സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള സ്ഥലം. എഫേസ്യർ 4:10. എഫേസ്യർ 4-ന്റെ 10. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. രണ്ടാമത് സിയോൻ என்பது, അടുത്ത സിയോൻ എന്നുള്ളത് ദേവ സമൂഹം, ദൈവ സന്നിധിയാണ്. ദേവനുடைய സമൂഹം, ദൈവത്തിന്റെ സന്നിധി. 84-ാം സംഗീതം 7-ാം വചനത്തെ വാസിക്കുമ്പോൾ, 84-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിക്കുമ്പോൾ, ബലത്തിന്മേൽ ബലനടൈந்து അവர்கள் தேவனுடைய സന്നിധിയിൽ സിയോനിൽ വന്ന് ചേർந்தார்கள். അവർ ബലത്തിന്മേൽ ബലം പ്രാപിച്ചുകൊണ്ട് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ദേവനുடைய സന്നിധി, അത് ദൈവസന്നിധിയാണ്. ദേവ സമൂഹം നിറമ്പിന ഇടം, അത് ദൈവസാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന സ്ഥലം. അടുത്തപടിയാക അടുത്തതായി 48-ാം സംഗീതം 2-ാം വചനത്തെ വാസിക്കുമ്പോൾ, 48-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ, വടദിശയിലുള്ള സിയോൻ പർവ്വതം വടിപ്പமான സ്ഥാനവും സർവഭൂമിயின் മகிழ்ச்சியுமாய் இருக்கிறது. இதுவே മഹാരാജാവിൻ നഗരം. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അപ്പോ അതൊരു മഹാരാജാവിൻ നഗരം, അതൊരു മഹാരാജാവിന്റെ നഗരം, അതൊരു സിറ്റി നഗരം, അതൊരു പട്ടണമാണ്. മഹിമയിനാൽ നിറമ്പിന ഇടം, തേജസ്സിനാൽ നിറഞ്ഞ ഒരു സ്ഥലം. അടുത്ത അന്ത ഇടത്തിൽ ദേവാദി ദേവൻ വാസം പണ്ണുവാർ. അടുത്തത് അവിടെ ദൈവാദി ദൈവം വസിക്കുന്നു. 132-ാം സംഗീതം 13-14 വചനങ്ങളെ വാസിക്കുമ്പോൾ, 132-ാം സങ്കീർത്തനത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ സിയോനെ വിരുമ്പി അങ്ങ് വാസം പണ്ണുവേൻ. ഞാൻ സിയോൻ എന്റെ വാസസ്ഥലമായിട്ട് ഇച്ഛിച്ചു. തലമുറ തലമുറയാക അങ്ങേ വാസം പണ്ണുവേൻ. തലമുറ തലമുറയായി ഞാൻ അവിടെ വസിക്കാം. ഇതാണ് നിത്യ സിയോൻ. ഇതാണ് നിത്യ സിയോൻ. ദേവാദി ദേവൻ തങ്കുമിടം. ദൈവാദി ദൈവം വസിക്കുന്ന സ്ഥലം.
ദേവജനമേ നമുക്കൊരു വെളിപ്പെടുത്തൽ ദർശനം ഉണ്ടാകട്ടെ. ദൈവമക്കളെ നമുക്കൊരു വെളിപ്പാട് ദർശനം ഉണ്ടാകട്ടെ. நம்முடைய பரிசுத்தவான்கள் வைராக்கியமாக பிரசங்கம் பண்ணி സിയോനെ സ്ഥാപിத்தார்கள். നമ്മുടെ വിശുദ്ധന്മാർ തീഷ്ണതയോടെ പ്രസംഗിച്ച് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് അഴിക്കുம்படி അനേകർ പ്രയാസപ്പെടുகிறார்கள். ഇത് നശിപ്പിക്കുവാൻ വേണ്ടി അനേകർ പരിശ്രമിക്കുന്നു. പാതാളത്തിൻ വാസലുകൾ മേற்கொள்வதில்ல. എന്നാൽ പാതാള ഗോപുരങ്ങൾ അതിനെ കീഴടക്കിയില്ല. அந்த நித்திய സിയോനിൽ ആ നിത്യ സിയോനിൽ தேவாதி தேவன் வாசம் பண்ணுவார். ദൈവാദി ദൈവം വസിക്കുന്നു. കുമാരനും വാസം பண்ணுவார். പുത്രനും വസിക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. 144,000 ஊழியர்களும் வாசம் பண்ணுவார்கள். 144,000 ശുശ്രൂഷകരും അവിടെ വസിക്കും. அதுதான் வெளிப்படுத்தினல் 14ஆம் அதிகாரம் 1ஆம் வசனத்தில் வாசிக்கிறோம். അതാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. அது மட்டுமல்ல, അത് മാത്രമല്ല, இந்த பரம സിയോനിൽ യേശു ക്രിസ്തു മൂലക്കല്ലാக മാറ്റപ്പെട്ടാർ. ഈ സ്വർഗീയ സിയോനിൽ യേശു മൂലക്കല്ലായി തീർന്നു. യെശയ്യാ 28:16 വാസിக்கிறோം. യെശയ്യാ 28:16 വായിക്കുന്നു. അത് അസ്ഥിഭാരമുള്ള നഗരം, അത് അടിസ്ഥാനമുള്ള ഒരു നഗരം, ശോധന ചെയ്ത കല്ല്, ശോധന ചെയ്ത കല്ല്, പരീക്ഷിക്കപ്പെട്ട കല്ല്, പരീക്ഷിക്കപ്പെട്ട ഒരു കല്ല്, അസ്ഥിഭാരമുള്ള കല്ല്, അടിസ്ഥാനമുള്ള ഒരു കല്ല്, സിയോനിൽ മൂലക്കല്ലാക മാറ്റപ്പെട്ടാർ. അത് സിയോനിൽ മൂലക്കല്ലായി തീർന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുந்து യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സിയോനിൽ മൂലക്കല്ലാക മാറ്റപ്പെട്ടാർ. സിയോനിൽ മൂലക്കല്ലായി തീർന്നു. அப்போது பிதாவினிடத்திலிருந்து அபிஷேகத்தை வாங்கி பூமிக்கு அனுப்பினார். പിതാവിന്റെ പക്കൽ നിന്ന് അഭിഷേകത്തെ വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു. അഭിഷേകത്തിനാൽ ദേവൻ അവരുടെ സഭയെ സ്ഥാപിத்தார். അഭിഷേകത്താൽ ദൈവം തന്റെ സഭയെ സ്ഥാപിച്ചു. അഭിഷേകമില്ലാത്തത് ദേവസഭയല്ല. അഭിഷേകമില്ലാത്തത് ദൈവസഭയല്ല. ഇവിധமாக ഇപ്രകാരം എഫേസ്യർ 2ആം അധികാരം 19-20 വസനങ്ങളിൻപടി എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 19-20 വാക്യപ്രകാരം യേശുക്രിസ്തു മൂലക്കല്ല്, യേശുക്രിസ്തു മൂലക്കല്ല്, അപ്പോസ്തലകൾ ദീർഘദർശികൾ അസ്ഥിഭാര കற்கள், അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ അടിസ്ഥാന കല്ല്, അതിന്മേൽ ജീവനുള്ള കற்களாக, അതിൽ ജീവനുള്ള കല്ലുകളായി, ഒരു നഗരமாக, ഒരു നഗരമായി, ഒരു മാളികയാക ഒരു കൊട്ടാരമായി ദേവൻ നമ്മെ കെട്ടുகிறார். ദൈവം നമ്മെ പണിയുന്നു. ദേവൻ இப்போது സഭயாக നമ്മെ കെട്ടുகிறார். ദൈവം ഇപ്പോൾ സഭയായി നമ്മെ പണിയുന്നു. ആനപടിനാൽ അഭിഷേകം പറ്റപ്പോത് അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ചപ്പോൾ നാം இந்த സിയോനിലും യെരുശലേമിലും പിറന്നു വിട്ടോം. നാം ഈ സിയോനിലും യെരൂശലേമിലും ജനിച്ചിരിക്കുന്നു. എബ്രേയർ 12ആം അധികാരം 22ആം വസനത്തിൽ വാസിக்கிறோம். ഇബ്രായലേഖനം 12:22 വായിക്കുന്നു. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. പിന്നെയോ സിയോൻ പർവ്വതത്തിലും പരമ യെരുശലേമിനിടത്തിൽക്കും നിങ്ങൾ വന്ന് ചേർന്നീர்கள். പിന്നെയോ സിയോൻ പർവ്വതത്തിനും ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും സിയോൻ നഗരത്തിനും അടുക്കിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. അഭിഷേകം പറ്റ യാവരും സിയോൻ യെരുശലേമിൽ വന്ന് ചേർന്നീர்கள். അഭിഷേകം പ്രാപിച്ച എല്ലാവരും സിയോൻ യെരൂശലേമിൽ വന്ന് ചേർന്നിരിക്കുന്നു. ഇതാണ് ആവിക്കുറിയ സിയോൻ. ഇതാണ് ആത്മീക സിയോൻ. എഴുത്തിൻപടി ഭൂമിയിൽ ഒരു സിയോൻ, അക്ഷരികമായി ഭൂമിയിൽ ഒരു സിയോൻ ഉണ്ട്. രണ്ടാമത് ആവിക്കുറിയ സിയോൻ, രണ്ടാമത് ആത്മീക സിയോൻ. അതുதான் എഴുത്തിൻപടിയുള്ള ഊഴിയர்கள் ദേവസഭ. അതാണ് അക്ഷരികമായിട്ടുള്ള ശുശ്രൂഷകർ ദൈവസഭയും. മൂന്നാമത് 1000 വർഷം സാക്ഷിയിലും ഒരു സിയോൻ ഉണ്ട്. മൂന്നാമത് 1000 വർഷം വാഴ്ച സഹസ്രാബ്ദ വാഴ്ചയിൽ നിത്യത്തിലും സിയോൻ. അവസാന നിത്യതയിലും ഒരു സിയോൻ. നിത്യ സിയോനെ കുറിച്ച് പേസുகிறோം. ആ നിത്യ സിയോനെ കുറിച്ച് നാം പറയുന്നു. അതുവേ നമ്മത് നമ്പിക്കை, അതാണ് നമ്മുടെ പ്രത്യാശ, അതുവേ നമ്മത് ജീവൻ, അതാണ് നമ്മുടെ ജീവൻ. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. அந்த സിയോനുക്കാக യെരുശലേമുക്കാக ദേവൻ കൊടും വൈരാഗ്യമുള്ളവരായി ഇരിக்கிறார். സിയോൻ യെരൂശലേമിന് വേണ്ടി ദൈവം മഹാതീഷ്ണതയുള്ളവനായിരിക്കുന്നു. സിയോനെ കെട്ടി മഹിമയിൽ വെളിപ്പെടുവേൻ. ഞാൻ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷനാകും. യെരുശലേമെയും കെട്ടുവേൻ. യെരൂശലേമിനെയും പണിയും. இப்போது தேவன் സിയോനെ യെരുശലേമെ കെട്ടിക്കൊണ്ടിരിக்கிறார். ദൈവം സിയോനെയും യെരൂശലേമിനെയും പണിതുകൊണ്ടിരിക്കുന്നു. സിയോനിൻ സ്വഭാവത്തിൽ വളരുவோம். അതുകൊണ്ട് സിയോന്റെ സ്വഭാവത്തിൽ വളരാം. യെരുശലേം സ്വഭാവത്തിൽ വളരുவோம். യെരൂശലേമിന്റെ സ്വഭാവത്തിൽ വളരാം. സിയോൻ യെരുശലേமாக മാറ്റപ്പെടുவோம். സിയോൻ യെരൂശലേമായി തീരാം. அதுக்காக தேவன் என்ன செய்தார்? അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவர் ஒரு ஊழியத்தை ஆரம்பித்தார். താനൊരു ശുശ്രൂഷ ആരംഭിച്ചു. அதுதான் 2 കൊരിന്ത്യർ 5ആം അധികാരം 18ആം വസനത്തെ വാസിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5ആം അധ്യായത്തിന്റെ 18ആം വാക്യം വായിക്കുമ്പോൾ അവർ ഉപ്രവാഗതനിൻ ஊழியத்தை ஏற்படுத்தினார். നിരപ്പിന്റെ ശുശ്രൂഷ നിയമിച്ചു. இந்த சியோன் எருசலேம் உருவாகும்படியாக, ഈ സിയോൻ യെരൂശലേം ഉരുവാകേണ്ടതിനായി, நித்திய சியோன் எருசலேம் உருவாகும்படி, നിത്യ സിയോനും യെരൂശലേമും ഉരുവാകേണ്ടതിനായി இப்பொழுது பூமியில் உப்ரவாகுதலின் ஊழியத்தை ஏற்படுத்தினார். ഇപ്പോൾ ഭൂമിയിൽ നിരപ്പിന്റെ ശുശ്രൂഷ നിയമിച്ചിരിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം.
அதுதான் மெல்கிசதேக்கின் முறைமையின்படியுள்ள ஊழியம். അതാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷ, உப்புரவாகுதலின் ஊழியம். നിരപ്പിന്റെ ശുശ്രൂഷ. இரண்டாவது 19ஆம் வசனத்தை வாசிக்கும் போது 19 വാക്യം വായിക്കുമ്പോൾ அதற்கு அவர் உபதேசத்தையும் வெளிப்படுத்தினார். ഒരു ഉപദേശം അതിനായി വെളിപ്പെടുത്തിയിരിക്കുന്നു. மூன்றாவது அந்த உபதேசத்தை பேசக்கூடிய பிரதிஷ்ഠையுள்ள ஊழியர்களையும் ആ ஏற்படுத்தினார். ഉപദേശം സംസാരിക്കുവാൻ കഴിയുന്ന പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകരെ നിയമിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பிரசங்கித்தால் மட்டும் போதாது, ஜீவிக்க வேண்டும். പ്രസംഗിച്ചാൽ മാത്രം പോലെ ജീവിക്കണം. இது வெறும் தியറി மட்டுமல்ல, ഇത് വെറും സിദ്ധാന്തം, തിയറി മാത്രമല്ല, இது பிராக்டிக்கல் லைஃப். ഇത് പ്രാവർത്തികമാക്കുന്ന ജീവിതം. ஜீவிக்க வேண்டும். ജീവിക്കണം. அவர்கள் ஜீவிக்கவும் உபதேசிக்கவும் துவங்கினார் என்று அப்போஸ்தல நடவடிக்கைகள் 1ஆம் அதிகாரம் 1-2 வசனங்களில் வாசிக்கிறோம். അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ അവർ ജീവിക്കുവാനും ഉപദേശിക്കുവാനും തുടങ്ങിയെന്ന് നാം കാണുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இதுவே நமது ஜீவியம். ഇതാണ് നമ്മുടെ ജീവിതം. ஆனபடினால் அந்த ஜீவியத்துக்காக അതുകൊണ്ട് ആ ജീവിതത്തിന് വേണ്ടി நமக்கு சொல்லித் தரும்படியாக, നമുക്ക് പറഞ്ഞു തരേണ്ടതിന് உபதேசிக்கும்படியாக ഉപദേശിക്കുവാൻ தாய்மாரை போன்ற ஊழியர்களை ஏற்படுத்தினார். தாய்மாரை தாய் അമ്മമാരെ പോലെയുള്ള ശുശ്രൂഷകരെ നിയമിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. 1 தெசலோனிக்கர் 2ஆம் அதிகாரம் 7ஆம் வசனத்திலிருந்து 10 വരെ വാസിക്കും போது 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെ വായിക്കുമ്പോൾ ஒரு தாயானது பிள்ளைக்கு பால் கொடுத்து வளர்த்துന്നത് പോലെ நான் உங்களை വളർത്തവില്ലയോ? ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പാല് കൊടുത്ത് പോറ്റും പോലെ ഞാൻ നിങ്ങളെ വളർത്തിയില്ലയോ? പരിശുദ്ധ പൗൽ ഒരു തായെ പോലെ കാണപ്പെട്ടാർ. വിശുദ്ധ പൗലോസ് ഒരു അമ്മയെ പോലെ കാണപ്പെട്ടു. ഒരു കുഴந்தை പിറന്നു വിട്ടാൽ, ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിനെ വളർത്ത ഒരു തായ് തേവേ. അതിനെ വളർത്തുവാൻ ഒരു അമ്മ വേണം. എല്ലാ തായ്മാരാലും அதை വളർത്ത മുടിയാ. എല്ലാ അമ്മമാർക്കും വളർത്തുവാൻ കഴിയില്ല. എന്നിട്ട് മോശയെ പിടിച്ച് പെട്ടകത്തിൽ പോട്ട് തണ്ണീരിൽ പോട്ട വേളയിൽ അതുകൊണ്ട് മോശയെ ആ പെട്ടകത്തിൽ കിടത്തിയിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിട്ടപ്പോൾ ഫറവോന്റെ മകൾ അങ്ങ് വന്ന വേളയിൽ ഫറവോന്റെ മകൾ അവിടെ വന്നപ്പോൾ அந்த பெட்டி திறந்து பார்த்தபோது ഈ പെട്ടകം തുറന്ന് നോക്കിയപ്പോൾ കുഴந்தைയെ பார்த்தார். ഒരു കുട്ടിയെ കണ്ടു. ഉടനെ മിരിയാം അങ്ങ് ഓടി വന്നാൽ, ഉടനെ മിരിയാം അവിടെ ഓടി വരികയാണ്. ഇതേ വളർത്തുമ്പടിക്ക് ഞാൻ ഒരു സ്ത്രീയെ കൊണ്ടുവരട്ടുമാ എന്ന് കേട്ടാർ. ഇതിനെ വളർത്തേണ്ടതിന് ഒരു സ്ത്രീയെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. യാരെന്ത സ്ത്രീ? ആരാണ് ആ സ്ത്രീ? എല്ലാരാലും മോശയെ വളർത്ത മുടിയാ. എല്ലാവർക്കും മോശയെ വളർത്തുവാൻ കഴിയില്ല. அதுக்கு அந்த தாய் தேவை. അവന് അമ്മയെ ആവശ്യമാണ്. ഞാൻ ഒരു തായിയെ പോലെ உங்களுக்கு പാല് തന്ന് വളർത്തവില്ലയോ? ഒരു അമ്മയെ പോലെ ഞാൻ നിങ്ങളെ പോറ്റി പുലർത്തിയില്ലയോ? உங்களுடைய மத்தியில் நான் எவ்வளவு பவித்திரமாக நடந்ததுக்கு நீங்களும் சாட்சி, தேவனும் சாட்சி. നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്രത്തോളം ആർദ്രതയുള്ളവരായിരുന്നു എന്നുള്ളതിന് നിങ്ങളും ദൈവവും സാക്ഷി. ആയാൽ இந்த ஊழியர்களுக்கு ചില തകുതികൾ தேவை. അതുകൊണ്ട് ശുശ്രൂഷകർക്ക് ചില യോഗ്യതകളുണ്ട്. അവരുടെ തകുതി என்ன? അവരുടെ യോഗ്യതയുണ്ട്. முதலாவது அவர் அழைக்கப்பட்டவர்கள். ഒന്നാമത് അവർ വിളിക്കപ്പെട്ടവർ. എബ്രായർ 5ആം அதிகாரம் 4ஆம் വചനത്തിൻപടി, എബ്രായ ലേഖനം 5:4 പ്രകാരം ആരോനെ പോലെ അழைக்கப்படாமல் தானாக സ്വയமாக இந்த கனமான ஊழியத்தை ஏற்படுத்த முடியாது. അഹരോനെ പോലെ വിളിക്കപ്പെടുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതുവെ എടുക്കുന്നില്ല. ആരോനെ പോലെ അழைக்கப்பட வேண்டும். അഹരോനെ പോലെ വിളിക്കപ്പെടണം. 1972 ആണ്ട് 1972 വർഷം ഡിസംബർ മാസം 30ആം തീയതി പിற்பകൽ 3 മണിക്ക് ഉച്ചയ്ക്ക് ശേഷം 3 ഒരു മണിക്ക് ശനിക്കിഴമ ദേവൻ എന്നെ അழைத்தார். ഒരു ശനിയാഴ്ച ദൈവം എന്നെ വിളിച്ചു. അത് തൂക്കമല്ല, അത് ഉറക്കമല്ല. ഒരു പയണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഒരു ആപത്ത് നടന്നത്. ഒരു അപകടമുണ്ടായി. എന്റെ മൂക്ക് ഉടഞ്ഞത്. എന്റെ മൂക്ക് തകർന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அப்போது தேவன் என்னோடு பேசினார். അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. എൻ വഴി ഉൻ വഴിയല്ല, ഉൻ വഴി എൻ വഴിയുമല്ല. എന്റെ വഴി നിന്റെ വഴിയല്ല, നിന്റെ വഴി എന്റെ വഴിയുമല്ല. ദേവൻ എന്നെ ഊഴിയத்துக்கு അழைத்தார். ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. இந்த ஊழியத்திலே ചില കഷ്ടങ്ങൾ എനിക്ക് ചിന്ന വയതിലിരുന്ന് தெரியும். എന്നാൽ ഈ വേലയിലെ കഷ്ടതകളെ എനിക്ക് ചെറുപ്രായം മുതൽ അറിയാം. முதலாவது இந்த ஊழியத்தில் தூங்க முடியாது. ഒന്നാമത് ഈ വേലയിൽ ഉറങ്ങുവാൻ കഴിയില്ല. ഞാനോ തൂക്കத்துக்கு നമ്പർ 1. ഞാൻ ഉറക്കത്തിന്റെ ഒന്നാമത്തെ ആളാ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കൂട്ടത്തിൽ ഉட்கார்ந்த போது நான் தூங்கி விடுவேன். യോഗത്തിന് ഇരുന്നാൽ മതി, ഉടനെ ഉറങ്ങും. ഞങ്ങളുടെ ഊരിൽ പാസ്റ്റേഴ്സ് വന്ന് പ്രസംഗം பண்ணுவாங்க. ഒരു പാസ്റ്റർ വന്ന് പ്രസംഗിച്ചു. ഒരല്ല പാസ്റ്റേഴ്സ്, പല പാസ്റ്റർമാരും ബ്രദർ ഇൻചാർജും പാസ്റ്റർ എല്ലാം വന്ന് പ്രസംഗം பண்ணுவாங்க. ബ്രദർ ഇൻചാർജ് പാസ്റ്റർമാരൊക്കെ വന്ന് പ്രസംഗിക്കും. ഉദാഹരണം சொன்னா என் பேரு தான் சொல்லும். ഉറക്കത്തിന് ഉദാഹരണം പറയണമെങ്കിൽ എന്റെ പേരാ പറയുന്നത്. யோனா தூங்கி இருக்கிறார், அப்ரஹாம் தூங்கி விட்டார், எத்தனையோ பேர் பைபிள் இருக்கு, அதெல்லாம் எடுக்காம என் பேரு தான் சொல்லுவாங்க. യോന ഉറങ്ങിയിട്ടുണ്ട്, അബ്രഹാം ഉറങ്ങിയിട്ടുണ്ട്, ബൈബിളിൽ എത്ര പേര് அந்த அளவுக்கு
அளவுக்கு தூக்கம். അത്രത്തോളം ഞാൻ ഉറങ്ങുമായിരുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஊழியத்துக்கு ஃபார்ம் எடுத்து ஃபில் பண்ணி போது ആ വേലക്കുള്ള ഫോം ஏசி തോമസ് എന്റെ അപ്പാവിட்ட കേട്ടാൽ തോമസിന്റെ പിതാവിനോട് மகன் ஊழியத்துக்கு எழுதி கொடுத்திருக்கிறாங்களே, മകൻ വേലക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, உங்களுக்கு தெரியுமா? നിങ്ങൾക്കറിയാമോ? எனக்கு தெரியாது. ഞാൻ പറഞ്ഞ അറിയില്ല. അല്ല, ஊழியத்துக்கு പോനാ പോകട്டும், എന്നാ വേലക്ക് പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ. ஆனா எனக்கு ஒரு துக்கமுണ്ട്. എന്നാൽ എനിക്കൊരു ദുഃഖമുണ്ട്. அவன் தூக்கத்துக்கு நம்பர் 1. അവൻ ഉറക്കത്തിന് ഒന്നാമത്തെ ആളാണ്. அங்க போய் என்ன செய்வானோ தெரியாது. അവിടെ പോയി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தம்பி, நீ தூங்கத்துக்கு நம்பர் 1 வீட்டுக்கு போன்னு சொன்னா മോനെ നീ ഉറക്കത്തിന് ഒന്നാമതാണ്, വീട്ടിൽ പോകാൻ. അതെല്ലാം ദേവൻ കൃപ കൊടുത്ത് അവനക്ക് ഉദവി ചെയ്യുവാർ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ ദൈവം കൃപ കൊടുത്ത് അവനെ സഹായിക്കും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇപ്പൊ എനിക്ക് തൂക്കമേ ഇല്ല, ഇപ്പൊ എനിക്ക് ഉറക്കമേ ഇല്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആ കാലങ്ങളിലെല്ലാം വിളിച്ചിരുന്ന് ജപം പണ്ണും ബൈബിൾ വാസിക്കും എല്ലാം ചെയ്യും. രാത്രി കാലങ്ങളിലൊക്കെ ഉണർന്നിരുന്ന ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ഒരു 4 മണി 3 മണി നേരം തൂങ്ങിയത് എത്രയോ നാൾക്കളാച്ച്. ഒരു 4 മണിക്കൂർ അല്ലെ 3 മണിക്കൂറോ 4 മണിക്കൂറോ തുടർച്ചയായിട്ട് ഉറങ്ങിയിട്ട് എത്രയോ തൂക്കത്തെ എടുത്ത് പോട്ടാ ദൈവം ഉറക്കമെടുത്ത് മാറ്റി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോ ഊഴിയത്തിനുടെ ഒരു തകുതി, ഈ വേലയുടെ അഴയ്പ്, ഈ വേലയുടെ ഒരു യോഗ്യത ദൈവത്തിന്റെ വിളിയാണ്. രക്ഷിപ്പുക്കാക ദേവൻ അഴച്ചിരിപ്പാർ. രക്ഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കാം. പുതിയ ഭൂമിക്കാക അഴച്ചിരിപ്പാർ. പുതിയ ഭൂമിക്ക് വേണ്ടി വിളിച്ചിരിക്കാം. വാനത്തുക്കാക അഴച്ചിരിപ്പാർ. പുതിയ ആകാശത്തിന് വേണ്ടി വിളിച്ചിരിക്കാം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. സിയോനുക്കാക യെരൂശലേമുക്കാക മേന്മயான ഒരു അഴയ്പുണ്ട്. സിയോനും യെരൂശലേമിനും വേണ്ടി ഉന്നതമായൊരു വിളിയുണ്ട്. அந்த ஊழியത്തിന്റെ അഴയ്പ് താൻ ആരോനെ പോലെ അഴയ്ക്കപ്പെട വേണ്ടും. ആ വേലയ്ക്കുള്ള വിളിയാണ് അഹരോനെ പോലെ വിളിക്കപ്പെടുന്നത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. രണ്ടാമത് തകുതി, രണ്ടാമത്തെ യോഗ്യത, അവർ പരിശുദ്ധാവിൻ അഭിഷേകം പെற்றிருக்க வேண்டும். അവർ പരിശുദ്ധാത്മ അഭിഷിക്തരായിരിക്കണം. അഭിഷേകം പെറാത്തവർ ദേവ ഊഴിയர்களுമല്ല വിശ്വാസികളുമല്ല. അഭിഷേകം പ്രാപിക്കാത്തവർ ശുശ്രൂഷകരുമല്ല വിശ്വാസികളുമല്ല. ശരീരமான സഭയുടെ അംഗமாக മാറ്റപ്പെട വേണ്ടുമെന്നാൽ പരിശുദ്ധാവിൻ അഭിഷേകം അന്യ ഭാഷ അടയാളത്തുടൻ പെറ്റുകൊള്ള വേണ്ടും. ദൈവസഭയുടെ ഭാഗമായി അംഗമായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടുകൂടെ പ്രാപിച്ചിരിക്കണം. അതുതാൻ ലൂക്ക 24 അധികാരം 49 52 വരെ നാം വാസിக்கிறோம். അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 49 മുതൽ 52 വരെ വായിക്കുന്നത്. അവர்கள் പേതുരുവെ പോലെ 120 പേர்கள் കാത്തിരുந்தார்கள், അഭിഷേകത്തെ പെറ്റാர்கள். പത്രോസിനെ പോലെ 120 പേര് കാത്തിരുന്ന അഭിഷേകത്തെ പ്രാപിച്ചു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മൂന്നാമത് തകുതി, മൂന്നാമത്തെ യോഗ്യത, 2 കൊരിന്ത്യർ 5 അധികാരം 16 വചനത്തിൻപടി, 2 കൊരിന്ത്യർ 5 അധ്യായത്തിന്റെ 16 മാംസത്തിൻപടി ഒരുവനെയും അറിയാത്തവர்களாக കാണപ്പെട வேண்டும். ജഡപ്രകാരം ആരെയും അറിയരുത്. അടുത്ത് അവർ വിശ്വാസ ജീവിതമുടയവരാக കാണപ്പെട வேண்டும். അടുത്തവർ വിശ്വാസ ജീവിതം നയിക്കണം. 2 കൊരിന്ത്യർ 5 അധികാരം 6 വചനത്തിൽ, 2 കൊരിന്ത്യർ 5 അധ്യായത്തിന്റെ 6 വാക്യം, അടുത്തവർ പ്രതിഷ്ഠയുള്ളവരാக കാണപ്പെട வேண்டும். അടുത്തവർ പ്രതിഷ്ഠയുള്ളവരായിരിക്കണം. ലൂക്ക 14 അധികാരം 26 33, ലൂക്കോസ് 14ന്റെ 26 33. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അത് മാത്രമല്ല മത്തേയു 19 അധികാരം 12 വചനത്തിൻപടി, മത്തായിയുടെ സുവിശേഷം 19-12 പ്രകാരം അവർ അണ്ണകനെ പോലെ പ്രതിഷ്ഠയുള്ളവരാக കാണപ്പെട வேண்டும். അവർ ഷണ്ടന്മാരുടെ പ്രതിഷ്ഠയുള്ളവരായിരിക്കണം. അങ്ങ് അണ്ണകനെ കുറിച്ച് നാം വാസിக்கிறோம். അവിടെ ഷണ്ടന്മാരെ കുറിച്ച് വായിക്കുന്നു. ഇതൊരു മുഖ്യமான പകുതി. അതൊരു പ്രധാനപ്പെട്ട കാര്യം. മുതലാം രാത്രിയിൽ അപ്പച്ചൻ அந்த സാക്ഷിയെ சொன்னார்களே, ആദ്യത്തെ പ്രഥമ രാത്രിയിൽ ആ അപ്പച്ചൻ സാക്ഷി പറഞ്ഞുവല്ലോ. അത് ഉണ്മயான സത്യം. അതൊരു യഥാർത്ഥ സത്യമാണ്. ദേവരാജ്യ നിമിത്തം തങ്ങളെ അണ്ണകളാക്കിക്കൊണ്ട് അണ്ണകരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയ ഷണ്ടന്മാരുമുണ്ട്. ആ ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അവർക്ക് പരലോകത്തിൽ മേന്മயான ഇടത്തെ ദേവൻ കൊടുപ്പാർ. അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ദൈവം കൊടുക്കും. அந்த വചനവും அந்த അപ്പച്ചൻ சொன்ன ആ വചനം ആ പിതാവ് പറഞ്ഞു. യെശയ്യാ 56:4-5 വചനങ്ങളെ വാസിക്കുമ്പോൾ, 56-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ മതിലുകൾക്കുള്ളേ എന്റെ മതിലകങ്ങൾ കുമാരർ കുമാരത്തികൾ ഇടത്തെ പാർക്കിലും പുത്രിപുത്രന്മാരെക്കാൾ മേന്മயான இடத்தையும் കീർത്തിയെയും എന്തുമഴിയാത്ത നിത്യ നാമത്തെയും കൊടുപ്പേൻ. പുത്രിപുത്രന്മാരെക്കാൾ വിശേഷമായ ജ്ഞാപകവും നാമവും ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമവും കൊടുക്കും. വലിയ മതിലെ നാം പാർക്കിன்றோம். അവിടെ ഒരു വലിയ മതിൽ നാം കാണുന്നു. 10,000 സാധി അളവുള്ള മതിൽ. 10,000 നാഴിക നീളമുള്ള മതിൽ. 21 അധികാരം 16 വചനത്തിൽ വാസിக்கிறோம். വെളിപ്പാട് 21:16 വായിക്കുന്നു. அந்த മതിലുകൾക്കുള്ളേ കുമാരനും കുമാരത്തികളും. ആ മതിലിന്റെ ഉള്ളിൽ പുത്രിപുത്രന്മാർ. ഈ കുമാരർ കുമാരത്തികൾ
யார்? ഈ പുത്രിപുത്രന്മാർ ആരാണ്? இதுதான் விசுவாசிகள், பூர்ணமாக்கப்பட்ட விசுவாசிகள். ഇതാണ് പൂർണ്ണമാക്കപ്പെട്ട വിശ്വാസികൾ. இவர்கள் தான் புதிய எருசலேம். ഇതാണ് പുതിയ യെരൂശലേം. இவர்கள் எப்படிப்பட்டவர்கள்? ഇവരെങ്ങനെയുള്ളവർ? இவர்கள் வேறுபாடு ஜீவியம் செய்தவர்கள். ഇവർ വേർപാട് ജീവിതം ചെയ്തവർ. 2 கொரிந்தியர் 6 அதிகாரம் 16 17 வசனங்களை வாசிக்கும் போது 2 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുന്നു. இவர்கள் வேறுபட்டு ஜீவித்தார்கள். ഇവർ വേർപെട്ട് ജീവിച്ചു. அப்போது நான் உங்களுக்கு பிதாவாகவும் അപ്പോൾ ഞാൻ അവർക്ക് പിതാവായി, நீங்கள் எனக்கு குமாரனும் குமாரத்திகளுமாய் നിങ്ങൾ இருப்பீர்கள். എനിക്ക് പുത്രിപുത്രന്മാരുമായിരിക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்படிப்பட்டதான ஊழியர்கள் தேவை. അങ്ങനെയുള്ള ശുശ്രൂഷകരെ വേണം. அழைக்கப்பட்ட ஊழியர்கள், വിളിക്കപ്പെട്ട ശുശ്രൂഷകർ, அபிஷேகம் பண்ணப்பட்ட ஊழியர்கள், അഭിഷേകം ചെയ്യപ്പെട്ട ശുശ്രൂഷകർ, மாம்சத்தின்படி ஒருவரையும் அறியாத ஊழியர்கள், ജഡപ്രകാരം ആരെയും അറിയാത്ത ശുശ്രൂഷകർ, விசுவாச ஜீவியம் செய்கிற ஊழியர்கள், വിശ്വാസ ജീവിതം നയിക്കുന്ന ശുശ്രൂഷകർ, പ്രതിഷ്ഠയുള്ള ஊழியர்கள், പ്രതിഷ്ഠയുള്ള ശുശ്രൂഷകർ, അന്നക പ്രതിഷ്ഠയുമുള്ള ஊழியர்கள். ഷണ്ടന്മാരുടെ പ്രതിഷ്ഠയുള്ള ശുശ്രൂഷകർ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதனால்தான் உங்களுக்கு தெரியும் நாம் விவாகம் செய்யாமல் ஜீவிக்கிறோம். അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ഞങ്ങൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നു. பரிசுத்த பவுல் விவாகம் செய்யவில்லை. വിശുദ്ധ പൗലോസ് വിവാഹം കഴിച്ചില്ല. மத்தேயு 7 அதிகாரத்தை வாசிக்கும் போது സുവിശേഷം 7 അധ്യായം വായിക്കുമ്പോൾ 1 வசனம், 1 വാക്യം, 8 വസനം, 8 വാക്യം, 27 വസനം, 27 32 വസനം, 32 വാക്യം, 35 വസനം, 35 വാക്യം, ഇതെല്ലാം വാസിക്കും പോത് ഇതെല്ലാം വായിക്കുമ്പോൾ അവർ വിവാഹ ജീവിയം ചെയ്യാത്തവർ എന്ന് നാം വിളങ്ങിക്കൊള്ളലാം. അവർ വിവാഹ ജീവിതം ചെയ്യാത്തവർ വസനത്തെ വാസിക്കും പോത് 8 വാക്യം വായിക്കുമ്പോൾ கைம்பெண்களை குறித்தும் விதவைகளை குறித்து அவர் சொல்லுகிறது என்னவென்றால் வாசிங்க 8 வசனம். 1 கொரிந்தியர் 7:8. 1 കൊരിന്ത്യർ 7:8. വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പോലെ പറയുന്നു. പാർത്തുകൊണ്ടാൽ അവർക്ക് നല്ലമായിരിക്കും. എന്നെ പോലെ പാർത്താൽ അവർക്ക് കൊള്ളാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பரிசுத்த பவுல் விவாகம் செய்யவில்லை. വിശുദ്ധ പൗലോസ് വിവാഹം ചെയ്തില്ല. விவாகம் செய்யாமல் വിവാഹം ചെയ്യാതെ தேவனை பிரியப்படுத்தி இந்த ஊழியம் செய்தார். ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈ ശുശ്രൂഷ ചെയ്തു. ஆகையால் நாம் உங்களோட விவாகம் செய்யாமல் இந்த ஊழியம் செய்கிறோம். അതുകൊണ്ട് ഞങ്ങൾ ഈ വിവാഹം ചെയ്യാതെ ശുശ്രൂഷ ஆனால் ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ 100% പരിശുദ്ധം தேவை. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 100% വിശുദ്ധി വേണം. എണ്ണങ്ങളിൽ പരിശുദ്ധം தேவை. എണ്ണങ്ങളിൽ, ചിന്തകളിൽ വിശുദ്ധി വേണം. ചിന്തനയിൽ പരിശുദ്ധം தேவை. ചിന്തകളിലൊക്കെയും വിശുദ്ധി വേണം. എല്ലാ പകുതിയിലും പരിശുദ്ധം தேவை. എല്ലാ ഭാഗങ്ങളിലും വിശുദ്ധി വേണം. അവിധமாக ജീവിക്ക இந்த 46 വർഷത്തിൽ ദേവൻ ഉദവി ചെയ്താർ. അങ്ങനെ ജീവിക്കാൻ ഈ 46 വർഷം ദൈവം സഹായിച്ചു. അനേക ഊഴിയർക്കും ഉദവി ചെയ്താർ. അനേക ശുശ്രൂഷകരെ സഹായിച്ചു. ദേവൻ ഉദവി ചെയ്വാർ. ഇനിയും ദൈവം സഹായിക്കും. അപ്പടിപ്പെട്ട ഊഴിയர்களாலே போதிக்கிற ഒരു സഭയുണ്ട്. അങ്ങനെയുള്ള ശുശ്രൂഷകരാൽ നടത്തപ്പെടുന്ന ഒരു സഭയുണ്ട്. ഞാൻ ഇതൊക്കെ ഒരു ഉദാഹരണം சொல்லுவதுണ്ട്. ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാറുണ്ട്. ഇങ്ങനെ ഒരു കപ്പை നാം பார்க்கிறோம். ഇവിടെ ഒരു കപ്പ് കാണുന്നു. இந்த കപ്പ് ഈ വിധமாக ഉരുവാക്കപ്പെട വേണ്ടുമാനാൽ കപ്പ് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ 5 കാര്യങ്ങൾ தேவை. 5 കാര്യം വേണം. ഒന്നേ ഒരു ഫാക്ടറി, ഒന്നൊരു ഫാക്ടറി വേണം. രണ്ടാമത് മെഷീൻ, രണ്ടാമതൊരു യന്ത്രം വേണം. മൂന്നാമത് ഓട്ടുനർ, മൂന്നാമത് പ്രവർത്തിപ്പിക്കുന്നവർ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അഞ്ചാമത് മിൻസാരം, 5ാമത് കരണ്ട്, അഞ്ചാമത് അരസാംഗത്തിലെ അനുമതി, 5ാമത് ഗവൺമെന്റിന്റെ പെർമിഷൻ, മുതലാമതൊരു ഫാക്ടറി, ഒന്നാമതൊരു ഫാക്ടറി വേണം. രണ്ടാമത് മെഷീൻ, രണ്ടാമത് യന്ത്രം വേണം. മൂന്നാമത് ഓട്ടുനർ, മൂന്നാമത് നിയന്ത്രിക്കുന്നവർ വേണം. നാലാമത് മിൻസാരം, നാലാമത് വൈദ്യുതി വേണം. അഞ്ചാമത് ഗവൺമെന്റ് അനുമതി, 5ാമത് ഗവൺമെന്റിന്റെ അനുമതി വേണം. அந்த ഫാക്ടറിന്ന് சொன்னால் என்ன അർത്ഥം? ഫാക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉപ്രവാഹത്തിൻ ഊഴിയം, അതാണ് നിരപ്പിന്റെ ശുശ്രൂഷ. ഉപ്രവാഹത്തിൻ ഊഴിയം தேவை. നിരപ്പിന്റെ ശുശ്രൂഷ വേണം. നേരമായി വിട്ടത് ആ സമയം കടന്നുപോയി. 5 നിമിഷത്തിൽ മുടിക്ക പോറേ. 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഉപ്രവാഹത്തിൻ ഊഴിയം, നിരപ്പിന്റെ ശുശ്രൂഷ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. രണ്ടാമതൊരു മെഷീൻ தேவை. രണ്ടാമതൊരു യന്ത്രം വേണം. ഇത് റോ മെറ്റീരിയൽ ആർക്കുമ്പോൾ കല്ലും മണ്ണും കല്ലുമായി ഇരിക്കും. അതിന്റെ ആ മൂലപദാർത്ഥ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അതെല്ലാം ഉടച്ച് തൂളാക മാറ്റ വേണ്ട. അതെല്ലാം പൊട്ടിയാക്കി തീർക്കണം. അതിന്റെ വേല താൻ മിഷനുടെ വേല. അതാണ് ആ യന്ത്രത്തിന്റെ ജോലി. അത് മിഷൻ എന്നത് ഉപദേശം, അപ്പോസ്തോലിക ഉപദേശം. ആ മിഷൻ എന്നുള്ളത് അപ്പോസ്തോലിക ഉപദേശമാണ്.
உபதேசத்தினால மட்டும்தான் நாம் மறுரூபமாக்கப்பட முடியும். ഉപദേശത്താൽ മാത്രമേ നമുക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ കഴിയൂ. உபதேசத்தை அலட்சியம் பண்ணாதே. ഉപദേശത്തെ അലക്ഷ്യമാക്കരുത്. உபதேசத்தை காலால மிதித்து போடாதே. ഉപദേശ കാൽ കീഴെ ചവിട്ടി കളയരുത്. அந்த மிஷின் தேவையில்லை என்று சொன்னால் இந்த கப்பு உருவாக்கப்பட முடியுமா? ആ യന്ത്രം ആവശ്യമില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കപ്പ് ഉണ്ടാക്കുവാൻ കഴിയുമോ? அந்த കല്ലാனது ആ കല്ല് എന്നുള്ളത് അത് ഉടച്ച് 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 അത് പൊടിച്ച് தூளாக்கி പൊടിയാക്കി இதே போல ஒரு கப்பாக உருவாக வேண்டும். ഒരു കപ്പായിട്ട് മാറണം. உடைச்சு வார்க்கிற வேலைதான் உபதேசத்தின் வேலை. ഉടച്ച് പണിയുന്ന പണിയാണ് ഉപദേശത്തിന്റെ പണി. அதனாலதான் 2 തിമോത്തിയും 3-ാം അധികാരം 16-17 വസനങ്ങളെ വാസിക്കും പോത് 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദേവനുടെ മനുഷ്യനെ ദൈവത്തിന്റെ മനുഷ്യൻ നീ എല്ലാവറ്റിലെയും തേറിനവനാക മാറ്റപ്പെട വേണ്ടും. നിങ്ങൾ എല്ലാറ്റിലും തികഞ്ഞവരായി തീരണം. നീ തേറിന മനുഷ്യനാക, നിങ്ങൾ തികഞ്ഞവരാകേണ്ടതിന്, പൂർണ്ണ മനുഷ്യനാക, പൂർണ്ണതയുള്ളവനാകേണ്ടതിന് മാറ്റപ്പെട വേണ്ടും. മാറ്റപ്പെടേണ്ട അതற்காக ദേവനുടെ വസനങ്ങൾ, അതിനായി ദൈവത്തിന്റെ വചനങ്ങൾ ഉപദേശത്തുക്കാகவும் ഉപദേശത്തിനും അറിந்து കൊള്ളുന്നതിനാகவும் ശാസനത്തിനും சீர்திருத்தத்துக்காகவும் ഗുണീകരണത്തിനും தேவன் ஏற்படுத்தினார். ദൈവം നിയമിച്ചിരിക്കുന്നു. ഉപദേശമുണ്ട്. ഉപദേശമുണ്ട്. அருமையான தேவஜனமே, உபதேசம் முக்கியம். പ്രിയ ദൈവജനമേ, ഉപദേശം പ്രധാനം. உபதேசம் என்பது வசனத்தில் வரிசையாக பார்க்க முடியாது. ഉപദേശം എന്നുള്ള വചനത്തിൽ ആ ക്രമം അനുസരിച്ച് കാണാൻ പറ്റില്ല. அங்கேயும் இங்கேயும் தான் ഉപദേശത്തിൽ വസനങ്ങൾ കാണപ്പെടുகிறது. ഉപദേശത്തിന്റെ വചനങ്ങൾ അവിടെവിടെയായി ചിതറിക്കിടക്കുന്നു. ഒരേ ഒരു ഉദാഹരണം சொல்லி ഒരു முடிக்கிறேன். ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കും. மனம் திரும்புதல். ഒന്ന് മാനസാന്തരം. மனம் திரும்புதலில் മാനസാന്തരത്തിൽ അനേക അനുഭവങ്ങളുണ്ട്. അനേക അനുഭവങ്ങളുണ്ട്. முதலாவது பாப உணர்வு, ഒന്നാമത് പാപബോധം, இரண்டாவது மனஸ்தாபம், രണ്ടാമത് അനുതാപം, மூன்றாவது அறிக்கையிடுதல். മൂന്നാമത് ഏറ്റുപറച്ചൽ. இப்படிப்பட்ட അനുഭവങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ക്രിസ്തവ வாழ்க்கை, பெந்தகோஸ் வாழ்க்கை അനുഭവത്തിൻ வாழ்க்கை. ക്രിസ്തീയ ജീവിതം, പെന്തക്കോസ്ത് ജീവിതം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. அப்ப பாப உணர்வு, പാപബോധം. நீ மனஸ்தாபப்பட வேண்டும், நீ மனம் திரும்ப வேண்டுமானால், നിങ്ങൾ ஒருவன் മനസാന്തരപ്പെടണമെങ്കിൽ, மனம் திரும்பினேன் என்று சொன்னால் ഒരുവൻ മനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ முதலாவது பாப உணர்வு தேவை. ഒന്നാമത് പാപബോധം വേണം. பாப உணர்வை குறிച്ച് எங்க வாசிக்கிறோம்? പാപബോധത്തെ കുറിച്ച് എവിടെ വായിക്കുന്നു? அப்போஸ்தല നടപടികൾ 2-ാം അധികാരം 37-ാം വസനത്തിൽ വാസിக்கிறோம். അപ്പോസ്തല പ്രവൃത്തി 2:37 വായിക്കുന്നു. രണ്ടാമത് മനസ്താപം, രണ്ടാമത് അനുതാപം. ഒരു പാപം ഉണർത്തപ്പെട്ടാൽ ഈ പാപത്തിനെ കുറിച്ച് അയ്യോ ബോധം ഞാൻ പാപം ചെയ്തേനേ എന്ന് നീ മനസ്താപപ്പെട വേണ്ടും. അയ്യോ ഞാൻ പാപം ചെയ്തല്ലോ എന്ന് നിങ്ങൾ അനുതപിക്കണം. മനസ്താപത്തെ കുറിച്ച് എങ്ക വാസിக்கிறோம்? അനുതാപത്തെ കുറിച്ച് എവിടെ വായിക്കുന്നു? അടുത്ത വസനത്തിൽ ഇല്ലേ? അടുത്ത വാക്യത്തിൽ അതില്ല. 2 കൊരിന്ത്യർ 7-ാം അധികാരം 10-ാം വസനത്തിൽ വാസിக்கிறோம். 2 കൊരിന്ത്യർ 7:10 വായിക്കുന്നു. ദേവന് കേറ്റ ദുഃഖം എന്ന് വാസിக்கிறோம். ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, ദേവനുക്ക് മഹിമേ, ദൈവത്തിന് നീ മഹത്വം. മനസ്താപപ്പെട വേണ്ടും. നിങ്ങൾ അനുതപിക്കണം. മൂന്നാമത് അറിക്കയിട വേണ്ടും. മൂന്നാമത് ഏറ്റു പറയണം. அறிக்கையிடுதல் எங்க வாசிக்கிறோம்? ഏറ്റു പറയുന്നത് എവിടെ കാണുന്നു? நீதிமொழிகள் 28:13 வாசிக்கிறோம். സദൃശവാക്യങ്ങൾ 28:13 பாவங்களை மறைத்து வைக்கிறவன் வாழ்வடைய மாட்டான், அவர்களை அறிக்கை செய்து விட்டு விடுகிறவனோ இரக்கம் பெறுவான். തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. ஆகையால் உபதேசங்கள் அங்கும் இங்கும் சில வசனங்களில் காணப்படுகிறோம். അപ്പോൾ ഉപദേശം എന്നുള്ളത് അവിടെ ഇവിടെ ചില വചനങ്ങൾ உபதேசத்தை കാണപ്പെടുന്നു. மறுதலிக்காതെ, ഉപദേശത്തെ നിങ്ങൾ തള്ളിക്കളയരുത്. இந்த மிஷின் தேவையில்லை என்று சொல்லாதே. ഈ വിഷയം ആവശ്യമില്ല എന്ന് പറയരുത്. தான் எல்லாவற்றையும் உடைக்க முடியும். ഈ യന്ത്രത്തിനാണ് ഇതിനെല്ലാം തകർക്കുവാൻ കഴിയുന്നത്. அதுதான் தூளாக்க முடியும். അതിനാണ് പൊടിക്കുവാൻ കഴിയുന്നത്. உன்னை மறுரூபப்படுத்த முடியும். നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. உன்னுடைய സ്വഭാവത്തെ മറുരൂപപ്പെടുത്ത முடியும். നിന്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ചിന്തകളെ മറുരൂപപ്പെടുത്ത முடியும். നിന്റെ ചിന്തകളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. அதுக்குதான் மிஷின் தேவை. അതിനാണ് യന്ത്രം വേണ്ടത്. അഭിഷേകം தேவை. അഭിഷേകം വേണം. ഇതെല്ലാം தேவையில்லை என்று சொல்லாதே. ഇതെല്ലാം ആവശ്യമില്ല എന്ന് പറയരുത്. ആകയാൽ പല മിഷൻ ഇതിற்கு தேவை. പല യന്ത്രങ്ങൾ ഇതിന് വേണം. പല ഉപദേശങ്ങൾ தேவை. പല ഉപദേശങ്ങൾ വേണം. അത് ജ്ഞാനസ്നാന ഉപദേശം, ചില സ്നാനത്തിന്റെ ഉപദേശം, അഭിഷേകത്തിന് ഉപദേശം, അഭിഷേകത്തിന്റെ ഉപദേശം, ദൈവിക സുഖത്തിന് ഉപദേശം, ദൈവിക രോഗശാന്തിയുടെ ഉപദേശം, വേർപാട് ജീവിതത്തിന് വേർപാട് ഉപദേശം, ജീവിതത്തിന്റെ ഉപദേശം, വിശ്വാസ ജീവിയ ഉപദേശം, വിശ്വാസ ജീവിതത്തിന്റെ ഉപദേശം, മുற்றிലും പരിശുദ്ധമാക്കപ്പെടുതൽ ഉപദേശം, സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിന്റെ ഉപദേശം, പിന്നെ ജയജീവിയത്തിന് ഉപദേശം, ജീവിതത്തിന്റെ ഉപദേശം, പരിശുദ്ധ ജീവിയത്തിന് ഉപദേശം, വിശുദ്ധ ജീവിതത്തിന്റെ ഉപദേശം, സിയോനിൻ ഉപദേശം, സിയോന്റെ ഉപദേശം, യെരുസലേമിൻ ഉപദേശം, യെരുസലേമിന്റെ ഉപദേശം, இப்படி അനേക ഉപദേശങ്ങളുണ്ട്. അനേക ഉപദേശങ്ങളുണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് നാം അപ്പോസ്തലിക ഉപദേശமாக 7 പഠിக்கிறோம். അത് അപ്പോസ്തലിക ഉപദേശം 7 നാം വായിക്കുന്നു. ആകയാൽ இந்த ഉപദേശം നമുക്ക് தேவை. അതുകൊണ്ട് ഈ ഉപദേശം നമുക്ക് വേണം. ദൈവിക സുഖം தேவை. ദൈവിക രോഗശാന്തി വേണം. ദൈവിക സുഖം സത്ത ഉപദേശമല്ല. ദൈവിക രോഗശാന്തി ഒരു സത്ത ഉപദേശമല്ല. ജീവനുള്ള അത് ഉപദേശം. ജീവനുള്ള ഉപദേശം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇന്ന് അനേകം
ജീവനുള്ളവരാക அந்த உபதேசத்தில் ஜீவிக்கிறார்கள். ഇത് അനേകർ ജീവനുള്ളവരായി ആ ഉപദേശത്തിൽ ജീവിക്കുന്ന தெய்வீக சுகத்தில் நாம் நிலைத்திருப்போமாக. ദൈവിക രോഗശാന്തിയിൽ നാം നിലനിൽക്കണം. ஒரு സിമ്പിളാன ഉപദേശം. അത് വളരെ ലളിതമായിട്ടുള്ള ഒരു ഉപദേശമാണ്. ഒപ്പ് കൊടുപ്പീരാനാൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദേവൻ அந்த ഉപദേശത്തിനാൽ ഉന്നെ മാറ്റുവാർ. ആ ഉപദേശത്താൽ ദൈവത്തിനെ രൂപാന്തരപ്പെടുത്താം. മാറ വേണ്ടുമാനാൽ കപ്പായി തീരണമെങ്കിൽ அப்படிப்பட்ட மிஷினும் தேவை. അതിനുള്ളൊരു യന്ത്രവും വേണം. ഇത് தேவையில்லை എന്ന് சொல்ல முடியாது. ഇത് ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. കല്ല് വെട്ടിയെടുക്ക ഒരു മിഷൻ, കല്ല് വെട്ടിയെടുക്കാൻ ഒരു യന്ത്രം, அந்த കല്ല് രണ്ടാക്ക ഒരു മിഷൻ, കല്ല് മുറിക്കാൻ നുറുക്ക ഒരു മിഷൻ, നുറുക്കുവാൻ ഒരു യന്ത്രം, പിന്നെ പൊടിക്ക ഒരു മിഷൻ, പൊടിക്കുവാൻ ഒരു മെഷീൻ. இப்படி അനേക മിഷൻ தேவை. അനേക യന്ത്രങ്ങൾ വേണം. അതിലൊന്നുதான் ദൈവിക സുഖം. അതിലൊന്നാണ് ദൈവിക രോഗശാന്തി. ദൈവിക സുഖത്തിനാല് ദൈവിക രോഗശാന്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഴமான സുദ്ധീകരിപ്പ് പെറ്റുകൊള്ളലാം. നിങ്ങളുടെ ജീവിതത്തിൽ ആഴമേറിയ ഒരു വിശുദ്ധീകരണം പ്രാപിക്കാം. കൃപയെ പെറ്റുകൊള്ളലാം. കൃപ പ്രാപിക്കാം. ദേവനോട് നെരുങ്ങി ജീവിക്കണം. ദൈവത്തോട് അടുത്ത് ജീവിക്കാം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിനാലാണ് യാക്കോബ് 5:16 വാസിക്കുമ്പോൾ അതുകൊണ്ടാണ് യാക്കോബ് 5:16 വായിക്കുമ്പോൾ നിങ്ങൾ സ്വസ്ഥമടയും പഠിക്ക് നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് കുറ്റങ്ങള് ഒരുവർക്കൊരുവർ അറിക്കയിട്ട് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ഒരുവർക്കാക ഒരുവർ ജപിയുങ്ങൾ. ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. വിശ്വാസമുള്ള ജപം പിണിയാളിയെ രക്ഷിയും. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും. സ്വസ്ഥമടയും പഠിക്ക് നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് ഉങ്ങൾ കുറ്റങ്ങളെ നിങ്ങളുടെ പാപങ്ങളെ ഒരുവർക്കൊരുവർ അറിക്കയിടുങ്ങൾ. ഒരുവൻ ഒരുവനോട് ഏറ്റുപറയുവീൻ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നീ കസപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ, കയ്പ് വെച്ചുകൊണ്ടിരുന്നാൽ, നീ വിരോധങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ, വിദ്വേഷം വെച്ചുകൊണ്ടിരുന്നാൽ, ഏതാവതും പാപങ്ങൾ ഉള്ളുക്കുള്ള വെച്ചുകൊണ്ടിരുന്നാൽ, ഏതെങ്കിലും പാപങ്ങൾ രഹസ്യമായി വെച്ചുകൊണ്ടിരുന്നാൽ, രഹസ്യ പാപങ്ങൾ വയ്ത്താൽ, രഹസ്യ പാപങ്ങൾ ഉണ്ടെങ്കിൽ എപ്പടി നീ സുഖമടയ മുടിയോ? നിനക്ക് സൗഖ്യമാക്കുവാൻ കഴിയും. സുഖമടയ മുടിയാതെ നിനക്കൊരു സൗഖ്യം പ്രാപിപ്പാൻ നീ കഴിയില്ല. എന്റെ പാപത്തെ വിട്ട് എന്നണ്ടയിൽ വാ. നീ ആ പാപം ഉപേക്ഷിച്ച് എന്റെ അടുക്കൽ വരിക. കുറ്റങ്ങളെ ഒരുവർക്കൊരുവർ അറിക്കയിട്ട് നിങ്ങളുടെ പാപങ്ങൾ തമ്മിൽ തമ്മിൽ ഏച്ചു പറഞ്ഞ എനക്കും പ്രശ്ന ഇരുന്നാൽ, അവനോടൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ എന്റെ കുറ്റത്തെ അവരോട് അറിക്കയിട വേണ്ട. ഞാൻ എന്റെ കുറ്റം തന്നോട് ഏറ്റു പറയാം. ഞാൻ പേശിയത് തപ്പ്, ഞാൻ പറഞ്ഞത് തെറ്റാണ്, എനിക്ക് മന്നി എന്നോട് ക്ഷമിക്കണമേ. നമ്മെ താഴ്ത്തി മന്നിപ്പ് കേൾക്കുമ്പോൾ, അങ്ങനെ താഴ്ത്തി ക്ഷമ ചോദിക്കുമ്പോൾ നമ്മെ ഗുണമാക്കുവാൻ ദൈവം നമ്മെ സൗഖ്യമാക്കാം. കുറ്റമറ്റവരാക, നാം കുറ്റമില്ലാത്തവരായി, കുറവില്ലാത്തവരായി കാണപ്പെട വേണ്ട. കാണപ്പെടണം. ഉന്നത പാട്ടിൽ പ്രാവെ കുറിച്ച് മണവാട്ടിയെ കുറിച്ച് പഠിക്കുമ്പോൾ, ഉത്തമഗീതത്തിൽ പ്രാവിനെ കുറിച്ച് മണവാട്ടിയെ കുറിച്ച് വായിക്കും. ഉന്നത പാട്ട് 4:7 ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം എന്നെ വാസിக்கிறோம். അവിടെ നീ എന്ത് വായിക്കുന്നു? എന്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവും യാതൊരു പഴുതുമില്ല, യാതൊരു ഊനവുമില്ല, നിന്നിൽ പഴുതില്ല, ഊനമില്ല. നീ സർവാംഗ സുന്ദരി, നീ സർവാംഗ സുന്ദരി. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നമ്മിൽ ഒരു കുറവും ഇറുക്കലാകാതെ, നമ്മൾ ഒരു കുറവ് കാണരുത്. നമ്മുടെ മനതിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ എണ്ണങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ചിന്തനകളിൽ, നമ്മുടെ നിലവുകളിൽ, നമ്മുടെ സിത്തം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ വിരുപ്പ, നമ്മുടെ സിത്തം, നമ്മുടെ ഇഷ്ടം, ചിന്തന, നമ്മുടെ അറിந்துകൊള്ളുതൽ, പുരിந்துകൊള്ളുതൽ, മനസ്സിലാക്കുന്നത്, എണ്ണങ്ങൾ, ചിന്തകൾ, ജ്ഞാപകം, ഓർമ്മ, ധ്യാനം, തേടുതൽ, നിലവുകൾ എല്ലാം പരിശുദ്ധമായിരിക്കണം, എല്ലാം വിശുദ്ധമായിരിക്കണം. അതേപോലെ ഹൃദയം, അതുപോലെ ഹൃദയം, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, എഴുച്ചികൾ, നമ്മുടെ ആഗ്രഹം, ആശാപാസങ്ങൾ, നമ്മുടെ മോഹങ്ങൾ, தெரிந்துകൊള്ളുகிற പകുതി, നമ്മൾ അറിയുന്ന ഭാഗം, വാഞ്ചകൾ, നമ്മുടെ വാഞ്ചകൾ, അതേപോലെ ശരീരം, നമ്മുടെ ശരീരം, മെയ്, വായ്, കൺ, കാത്, മൂക്ക്, നമ്മുടെ കണ്ണ, മൂക്ക്, വായ, ത്വക്ക്, ചെവി. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇതേക്കുറിച്ച് 19-ാം സംഗീതം 14-ാം ദാവീദ് എന്നെ சொல்லுகிறார். 19-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ ദാവീദ് എന്താണ് പറയുന്നത്? മീட்பெரும் കന്മലയുമാകിയ കർത്താവേ, എന്റെ വീണ്ടെടുപ്പ് പാറയുമായ യഹോവേ, എൻ വായിൻ വാർത്തകളും എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിൻ ധ്യാനവും ഹൃദയത്തിലെ ധ്യാനവും ഉമ്മത് സമൂഹത്തിൽ പ്രീതിയായിരിപ്പதாக സന്നിധിയിൽ പ്രസാദമായിരിക്കട്ടെ. വായിൻ വാർത്തകൾ, വായിലെ വാക്കുകൾ, ഹൃദയത്തിൻ ധ്യാനങ്ങൾ, ഹൃദയത്തിലെ ധ്യാനം ഉമ്മത് സമൂഹത്തിൽ നിന്റെ
നിന്റെ സന്നിധിയിൽ പ്രീതിയായിരിപ്പതാ, പ്രസാദമായിരിക്കട്ടെ. ഏറ്റുകൊള്ളக்கூடியதாக இருப்பதாக, അത് നീ അംഗീകരിക്കുന്നതായി തീരട്ടെ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்படிப்பட்ட ஜீவியம் செய்யும்படியாக അങ്ങനെയുള്ള ജീവിതം நீ നയിക്കേണ്ടതിനാൽ ஒருவேளை சொல்லலாம் இது கடினமான உபதேசம், ഒരുപക്ഷെ പറഞ്ഞേക്കാം ഇത് കഠിന ഉപദേശമാണ്. இப்படியெல்லாம் ஜீவிக்க முடியுமா? ഇങ്ങനെ ജീവിക്കുവാൻ സാധിക്കുമോ? இந்த இந்தியா தேசத்தில் ഈ ഭാരതത്തിൽ நான் வேலை செய்கிற இடங்களில் ഞാൻ ജോലി ചെയ്ത ഞാൻ இப்படி വേല ചെയ്ത ஜீவிக்க முடியுமா? ഇങ്ങനെ ജീവിക്കുവാൻ കഴിയുമോ? அதுக்குதான் இயேசு கிறிஸ்து சொல்லுகிறார், അതിനാണ് യേശു പറയുന്നത്, என் மகனே என் மகளே, എന്റെ മകനെ എന്റെ മകളെ, உனக்காக நான் பாடுபட்டேன், നിനക്ക് വേണ്ടി ഞാൻ പാടുപെട്ടു, குற்ற நிவாரண பலியாக மாற்றப்பட்டேன், പാപപരിഹാര ബലിയായി തീർന്നു. என்னை நோக்கி பார், എന്നെ ദൂച്ചു നോക്കുക, நானே கிருபாதார பலி, ഞാനേ പ്രായശ്ചിത്തയാകാം, கிருபையை கொடுக்கும் பலி, കൃപ നൽകുന്ന യാഗം. என்னை நோக்கி பார். എന്നെ നോച്ചു നോക്കുക. 45:22 என்ன வாசிக்கிறோம்? 45:22 എന്ത് വായിക്കുന്നു? சர்வ பூமியின் எல்லையெங்குமுள்ளோரே என்னை நோக்கி பார், സർവഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കവേ, அப்பொழுது ரட்சிக்கப்படுவீர்கள். അപ്പോൾ രക്ഷിക്കപ്പെടും. நானே தேவன், ഞാൻ ദൈവം, வேற ஒருவனும் இல்லை. മറ്റാരുമില്ല. தேவஜனமே அங்கும் இங்கும் நோக்கி பாராமல் മക്കളെ അവിടെ ഇവിടെ നോക്കിയിരിക്കരുത്. நீ கல்வாரியை நோக்கி பார், ഈ കാൽവരിയെ നോക്കുക, இயேசுவை நோக்கி பார், യേശുവെ നോക്കുക, உன்னை அழைக்கிறவரை நோக்கி നിന്നെ பார். വിളിക്കുന്നവനെ നോക്കുക. வருத்தப்பட்டு பாரம் சுமக்கிறவர்களே അധ്വാനിച്ച് ഭാരം ചുമക്കുന്നവരെ என் அண்டையில் എന്റെ வாருங்கள், അടുക്കൽ വരുവേ, அப்போது உனக்கு நான் இளைப்பாறுதல் தருவேன். ഞാൻ നിനക്ക് ആശ്വാസം നൽകാം. நீ என்னை விட்டு ஏன் அங்கும் இங்கும் ஓடுகிறாய்? എന്തുകൊണ്ട് എന്നെ വിട്ട് അവിടെ ഇവിടെ ഓടുന്നു? வனாந்திரத்தில் தாறுமாறாக ஓடுகிற பெண் ஒட்டகம் போல நீ ஓடுகிறாய். മരുഭൂമിയിൽ വിരഞ്ഞോടുന്ന പെണ്ണൊട്ടകത്തെ പോലെ നീ ഓടുന്നു. என் அண்டையில் வா, എന്റെ അടുക്കൽ என் വരുവേ, கல்வாரி அண்டையில் வா, എന്റെ കാൽവരിയുടെ അടുക്കൽ വരുവേ, என்னை நோக்கி பார். എന്നെ ഉച്ച നോക്കുവേൻ. தழம்புகளால் குணமானீர்கள், അടിപ്പിണരുകളാൽ സൗഖ്യമായിരിക്കുന്നു, தழம்புகளால் குணமானீர்கள். അടിപ്പിണരുകളാൽ സൗഖ്യമായിരിക്കുന്നു. உங்கள் കുറ്റങ്ങളെ നിങ്ങളുടെ പാപങ്ങളെ ஒருவருக்கொருவர் ഒരുവൻ മറ്റൊരുത്തനോട് அறிக்கையிடுங்கள், ഏറ്റു പറയുവേൻ, அப்போது சுகமாய்விடும். അപ്പോൾ സൗഖ്യം വരും. உங்களுக்கு தெரியுமே, നിങ്ങൾക്കറിയാം, எனக்கு 3 ஆக்சிடென்ட் ഉണ്ടായിരുന്നു. എനിക്ക് 3 അപകടങ്ങൾ. ஒன்று மலேசியா, ഒന്ന് മലേഷ്യയിൽ, இரண்டாவது பாம்பே செம்பூர் பட்டணத்தில், രണ്ട് ബോംബെ ചെമ്പൂർ, மூன்றாவது கோயம்புத்தூர். മൂന്നാമത് இனி കോയമ്പത്തൂർ. எத்தனையோ வியாதிகள் வந்ததுண்டு. എത്ര രോഗങ്ങൾ വന്നിട്ടുണ്ട്. ஆனாலும் தேவனுக்கு மகிமை, എന്നാലും ദൈവത്തിന് മഹത്വം. எந்த வைத்தியரையும் நாடி தேடி போகவில்லை. ഒരു വൈദ്യനെയും ഞാൻ അന്വേഷിച്ചു പോയില്ല. എന്റെ തല ഇതിലിരുന്ന് ഇതുവരയ്ക്കും കായപ്പെട്ടത്, പൊളന്തത്, എന്റെ തല ഇവിടെ നിന്ന് ഇവിടെ വരെ പിളർന്നു പോയി. பின்பக்கமும் பிளந்தது. പുറഭാഗം நேரில் பார்த்தவர்கள் இங்கே இருக்கிறார்கள். നേരിൽ കണ്ടവർ പലരും എവിടെയുണ്ട്. தேவன் എന്റെ മൊബൈലിലും ഉണ്ട്. എന്റെ മൊബൈലിലും അതുണ്ട്. பார்க்கணும்னு விருப்பமா இருந்தா வந்து பாருங்க. കാണണമെന്ന് ആഗ്രഹമുണ്ട്, വന്ന് നോക്കിക്കോ. மொபைல்ல நான் வச்சிருக்கிறேன். എന്റെ മൊബൈലിലും അത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് சொல்லுவாங்க ഇതെല്ലാം പോയി 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 എന്ന്. എന്തുകൊണ്ടെന്നാൽ ഒരു കാലത്ത് പറയും ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, അപ്പൊ എന്റെ നുണയാണ്. മൊബൈൽ ചൊല്ലും മെയ് മെയ് മെയ്. അപ്പോൾ എന്റെ മൊബൈൽ പറയും സത്യം സത്യം സത്യം. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. தெய்வீக சுகம், உண்மையான உபதேசம், ദൈവിക രോഗശാന്തി, സത്യ ഉപദേശം, ജീവനുള്ള ഉപദേശം. ജീവനുള്ള ഉപദേശം. എത്ര പേർ പിൻപറ്റ പോകുகிறீர்கள்? എത്ര പേർ പിൻപറ്റുവാൻ പോകുന്നു? കഠിനமான ഉപദേശമല്ല. ഇതൊരു കഠിന ഉപദേശമല്ല. அந்த ട്രാക്ക് വഴിയിൽ ട്രെയിൻ പോന്നാൽ ഒരു പ്രശ്നയില്ല. ആ റെയിൽവേ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോയാൽ ഒരു പ്രശ്നമില്ല. രണ്ട് തണ്ടവാളം. 2 പാളങ്ങളുണ്ട്. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. எங்களுக்கு ஊழியர்கள் கூட்டத்திலே നമ്മുടെ ശുശ്രൂഷക യോഗത്തിൽ ஏசியப்பச்சன் சொல்லுவார், യേശയ്യപ്പച്ചൻ പറയും, இந்த ஊழியம் கடினமான ஊழியம் அல்ல. ഈ ശുശ്രൂഷ കഠിനമായ ശുശ്രൂഷയല്ല. 2 தண்டவாளத்தில் அந்த ட்ரெயின் போனால் 2 പാളത്തിൽ ആ ട്രെയിൻ പോയാൽ அதனுடைய அந்த பயணம் மிகவும் சந்தோஷமாயிருக்கும், ஈஸியாயிருக்கும். അതിന്റെ യാത്ര വളരെ എളുപ്പമായി. துவக்கத்திலுள்ள பாட்டு முடிவு வரைக்கும் இருக்கும் என்று சொல்லுவார். ആദ്യത്തെ പാട്ട് അവസാനം വരെ കാണപ്പെടും. 2 தண்டவாளம் என்ன? 2 പാളം എന്താണ്? ஊழியர்கள் விஷயத்தில் ശുശ്രൂഷകളുടെ വിഷയത്തിൽ ஒன்று பிரதிஷ்ட, ഒന്ന് പ്രതിഷ്ഠയാണ്, இரண்டாவது தியாகம். രണ്ടാമത് ത്യാഗം. பிரதிஷ்டையிலும் தியாகத்திலும் ஊழியர்கள் காணப்பட்டால் പ്രതിഷ്ഠയിലും ത്യാഗത്തിലും ശുശ്രൂഷകർ കാണപ്പെട്ട பிரதிஷ்டை முக்கியம், ആ പ്രതിഷ്ഠ പ്രധാനം, தியாகம் முக்கியம். ത്യാഗവും പ്രധാനം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. അല്ലാതെ മംഗലാപുരത്തിലെ സക്രിയാച്ചൻ ഒരു പാട്ട് കെട്ടിനാർ. മംഗലാപുരത്തിന് സക്രിയാച്ചൻ ഒരു പാട്ട്, അരുളി മരുവാസത്തിൽ എന്റെ പാട്ട്, ആരുള്ളി മരുവാസത്തിൽ എന്നുള്ള പാട്ട് വീടുകളിൽ പോയി പാടിക്കൊള്ളുങ്ക. വീട്ടിൽ പോയി പാടി നോക്കുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിൽ മൂന്നാമത് ചരണം എന്നെ? മൂന്നാമത്തെ ചരണം ചാടി മോടി തേടി ഓടുമീ കാലം தியாகிகளோடொத்த தியாகியாய் ஜீவிப்பான் திராணனம் செய்த இயேசுவை போல் அருளி மருவாசத்தில். அதுதான் தேவனுக்கு மகிமை. ഇതാണ് പാട്ട്. ദൈവത്തിന് தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தாடி
നാടി തടി പോകുന്നതല്ല. താടിമൂടി അന്വേഷിച്ച് അപ്പോ പോകും. വിശ്വാസികൾ വിഷയം, സഭ വിഷയത്തിൽ സഭയുടെ ഈ വിഷയത്തിൽ രണ്ട് തണ്ടവാളം എൻപത് ഈ രണ്ട് പാളം എന്നുള്ളത് ഒന്ന് ഉപദേശം, ഒന്ന് ഉപദേശം, രണ്ടാമത് അഭിഷേകം. രണ്ടാമത് അഭിഷേകം. அப்போ உனக்கு மேலே இருந்து மின்சாரம் கிடைக்கும். അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നിന്ന് ആ കറണ്ട് மின்சாரம் என்பது கிருபை. ആ വൈദ്യുതി എന്നുള്ളത് കൃപയാണ്. അതായത് എഫേസ്യർ 2-ാം അധികാരം 10-ാം വചനത്തെ വാസിക്കുമ്പോൾ എഫേസ്യർ 2:10 വായിക്കുമ്പോൾ കടേസിയാക എൻ സഹോദരരെ, ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്തരിലും അവർ സത്വത്തിൻ വല്ലമയിലും ബലപ്പെടുങ്ങൾ. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. കടേസിയാക എൻ സഹോദരരെ, ഒടുവിൽ സഹോദരന്മാരെ, കർത്തരിലും അവർ സത്വത്തിൻ വല്ലമയിലും ബലപ്പെടുങ്ങൾ. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. കർത്തർ എന്നത് ദേവ ഉപദേശം, കർത്താവ് എന്നുള്ളത് ദൈവിക ഉപദേശം. സത്വത്തിൻ വല്ലമ എന്നത് അഭിഷേകം, അമിതബലം എന്നുള്ളത് അഭിഷേകം. ഇതിൽ രണ്ടിലും ബലപ്പെടുങ്ങൾ. ഇത് രണ്ടിലും ബലപ്പെടുവീൻ. அந்த தண்டவாளத்தில் ட்ரெயின் போகிறது போல தண்டவாளத்தில் போகட்டும். ആ പാളത്തിൽ ട്രെയിൻ പോകുന്നത് പോലെ പാളത്തിൽ തന്നെ പോകട്ടെ. എന്നാ സുഖமாக பயணம், എത്ര സുഖകരമായ യാത്ര. അതിന്റെ സത്വം എவ்வளவு മേന്മயான സത്വം, അതിന്റെ ശബ്ദം എത്ര ഉന്നതമായ ശബ്ദം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்போது மேலே இருந்து மின்சாரம் கிடைத்துக்கொண்டே അപ്പൊ இருக்கும். മുകളിൽ നിന്ന് വൈദ്യുതി ലഭിച്ചുകൊണ്ടിരിക്കും. மின்சாரம் என்பது தேவ கிருபை. ആ വൈദ്യുതി എന്നുള്ളത് ദൈവ കൃപയാണ്. നാം ഉപദേശത്തിൽ ജീവിക്കുമ്പോൾ, നാം ഉപദേശപ്രകാരം ജീവിക്കും. അഭിഷേകത്തിൽ ജീവിക്കുമ്പോൾ അഭിഷേകത്തിൽ ജീവിക്കുമ്പോൾ உனக்கு கிருபை கிடைக்கும். നിനക്ക് കൃപ ലഭിക്കും. അതാ പരിശുദ്ധ പേതുരു ചൊല്ലുമ്പോൾ, അതാണ് വിശുദ്ധ പത്രോസ് പറയുമ്പോൾ 2 പേതുരു 3-ാം അധികാരം 18-ാം വചനത്തിൻപടി 1 പത്രോസ് 3-ാം അധ്യായം 18-ാം വാക്യപ്രകാരം കർത്തരാകിയ യേശു ക്രിസ്തുവിൻ കൃപയിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും അവരെ അറിയുന്നതാന അറിവിലും വളരുങ്ങൾ. അവനെ അറിയുന്ന അവന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. കൃപയിലും അവരെ അറിയുന്നതാന അറിവിൽ ഉപദേശത്തിൽ വളരുவோமாக. കൃപയിലും അവനെ അറിയുന്ന അറിവ് അല്ലെങ്കിൽ ഉപദേശത്തിൽ വളരും. ദൈവിക സുഖത്തിൽ നിലച്ചിരിപ്പോ. അതുകൊണ്ട് ദൈവിക രോഗശാന്തി നിലനിൽക്കും. കുറ്റങ്ങൾ ഒരുവർക്കൊരുവർ അറിക്കയിടുങ്ങൾ. കുറ്റങ്ങൾ അന്യോന്യം ഏറ്റുപറയുവീൻ. കുറ്റങ്ങൾ അറിക്കയിടുമ്പോൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിലെ പാപം മன்னிக்கப்பட்டது. എന്റെ ആത്മാവിലെ പാപം മോചിക്കപ്പെടുന്നു. ആത്മാ നാം വിടുതല പെറുമ്പോൾ ആത്മാവിൽ വിടുതൽ പ്രാപിക്കുമ്പോൾ ശരീരം ഓട്ടോമാറ്റിക്കാ വിടുതല പെറും. ശരീരം സ്വാഭാവികമായി തന്നെ വിടുതൽ പ്രാപിക്കും. ആത്മാവിലെ കുറ്റത്തിലിരുന്ന് വിടുതല പെറുമ്പോഴേക്ക് താൻ ദേവൻ ഉനക്ക് ഒരു ചാൻസ് തരിക. ആത്മാവിലെ കുറ്റത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിനാണ് ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തരുന്നത്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാൽ താൻ ന്യായ തീർപ്പെ കുറിച്ച് പഠിക്കും. 20 ന്യായ തീർപ്പല്ല, 4 വിധமான ന്യായ തീർപ്പ്. അതുകൊണ്ട് 4 വിധത്തിലുള്ള ന്യായവിധിയെ കുറിച്ച് വായിക്കും. ഒന്ന് മനസാക്ഷി ഒരു ന്യായ തീർപ്പ്, ഒന്ന് മനസാക്ഷിയിൽ ഒരു ന്യായവിധി, രണ്ടാമത് മറ്റുള്ളവർ ഒരു ന്യായ തീർപ്പ്, മറ്റുള്ളവരൊരു ന്യായവിധി, മൂന്നാമത് ദേവവചനത്തിൻ മൂലമുള്ള ന്യായ തീർപ്പ്, മൂന്നാമത് ദൈവവചനത്തിൽ കൂടെയുള്ള ന്യായവിധി, നാലാമത് കടേസി പിശാസിനാലുള്ള ന്യായ തീർപ്പ്, നാലാമത് പിശാചിനുള്ള രാപോസനം എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് കർത്തൃമേശ എടുക്കുമ്പോൾ 1 കൊരിന്ത്യർ 11-ാം അധികാരം 33-ാം വചനത്തിൻപടി 1 കൊരിന്ത്യർ 11:32 என்ன வாசிக்கிறோம்? 32 தம்மை தாமே சோதித்தறிந்தால் நாம் நியாயம் தீர்க்கப்படும். നമ്മെ തന്നെ ശോധന ചെയ്താൽ നാം വിധിക്കപ്പെടുകയും. മനസാക്ഷിയിലെ ന്യായം തീർക്കും. മനസാക്ഷിയിൽ ഒരു വ്യാധി വന്നാൽ, ഒരു രോഗം വന്നാൽ ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒരു പ്രശ്നം എനിക്ക് ഏതാവും നേരിട്ടാൽ എനിക്കൊരു പ്രശ്നം നമ്മുടെ മനസാക്ഷിയിൽ ആരായിന്ന് പാർക്ക വേണ്ടും. ഒരു പ്രശ്നം വന്നാൽ ഉടനെ മനസാക്ഷിയിൽ പരിശോധിച്ച് നോക്കണം. രണ്ടാമത് മറ്റുള്ളവരിലൂടെ വേദത്തെ വാസിക്കുമ്പോൾ അത് ദേവൻ ഉണർത്തുക. രണ്ടാമത് മറ്റുള്ളവരിൽ കൂടെയും വചനം വായിക്കുമ്പോൾ, വ്യാധി വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഇതാ 3-ാമത് ന്യായ തീർപ്പ്, മൂന്നാമത്തെ ന്യായവിധിയാണ്. നമ്മുടെ ദേശത്തെ പാർക്കുമ്പോൾ, നമ്മുടെ ദേശത്തിൽ നോക്കുമ്പോൾ ജുഡീഷ്യൽ കോർട്ട്, കോടതിയുണ്ട്, മുനിസിപ്പൽ കോർട്ട്, മുനിസിപ്പൽ കോടതിയുണ്ട്, ജില്ലാ കോർട്ട്, ജില്ലാ കോടതിയുണ്ട്, ഹൈക്കോർട്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയുണ്ട്. 4 കോർട്ട്, 4 കോടതിയുണ്ട്. ഏതാവതൊരു പ്രശ്നം വന്നാൽ, ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മുതലാമത് മുനിസിപ്പൽ കോർട്ടുക്ക് പോകും. ആദ്യം ആ മുനിസിപ്പൽ കോടതിയിൽ പോകും. മനസാക്ഷി, മനസാക്ഷി കുത്തും. മനസാക്ഷി കുത്തും. നീ ചെയ്തത് തപ്പ്, നീ ചെയ്തത് നീ തെറ്റാ, പേസിനത് നീ തപ്പ്, സംസാരിച്ചത് തെറ്റാ, നീ അങ്ങ് പോനത് തപ്പ്, നീ അവിടെ പോയത് തെറ്റാ. കുത്തുന്നില്ല? കുത്തുന്നില്ലയോ? അനേർക്ക് കുത്തും. അനേർക്ക് കുത്തുന്നുണ്ട്. ആരുതാ പോകാത്തത്? ആരാ പോകാത്തത്? ഇപ്പിടിതാ മനസാക്ഷി കഠിനപ്പെടുത്തുகிறோம். ഇങ്ങനെയാണ് മനസാക്ഷി. മുനിസിപ്പൽ കോർട്ട്, അത് മുനിസിപ്പൽ കോടതി. ദേവൻ அந்த മുനിസിപ്പൽ കോർട്ടിൽ വാദിக்கிறார். ദൈവം ആ മുനിസിപ്പൽ കോടതിയിൽ വാദിക്കും. രണ്ടാമത് ജില്ലാ കോർട്ട്, രണ്ടാമത് ജില്ലാ കോടതിയിൽ പോകും. ജില്ലാ കോർട്ട് എന്നാ? ജില്ലാ കോടതി വേദം വാസിക്കുമ്പോൾ വചനത്തിലൂടെ ദേവൻ നമ്മോട് പേസുവാർ. ബൈബിൾ വായിക്കുമ്പോൾ വചനത്തിൽ കൂടെ ദൈവം നമ്മോട് നാം ഒരു പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കും, മൂളിപ്പാട്ട്. മൂളിപ്പാട്ട്. ആ പാട്ടിൽ നമ്മുടെ കുറവുകൾ വെളിപ്പെടും. ആ പാട്ടിൽ നമ്മുടെ കുറവുകൾ വെളിപ്പെടും. മറ്റുള്ളവർ നമ്മെ വെളിപ്പെടുത്തും. മറ്റുള്ളവർ വെളിപ്പെടുത്തും. അതാ ജില്ലാ കോർട്ട്. അതാണ് ജില്ലാ
ഉണ്ടാക്കണം. அப்போ உன்னை நீ சரிப்படுத்த வேண்டும். അപ്പോൾ നീ നിന്നെ തന്നെ കഠിനപ്പെടുത്താതെ. കഠിനപ്പെടുത്തരുത്. அங்கேயும் நீ சரிப்படுத்தாவிட்டால் അവിടെയും ശരിയാക്കുന്നില്ല. മനസാക്ഷിയിன்பടി சரிப்படுத்தாமல் മനസാക്ഷി പ്രകാരം ശരിയാക്കാതെ മറ്റുള്ളവർ சொல்லும் போதுം നീ சரிப்படுத்தாமல் മറ്റുള്ളവർ പറയുമ്പോൾ ശരിയാക്കാതെ മൂന്നാമതാണ് വ്യാധി വരും. മൂന്നാമതാണ് രോഗം. ഇത് ഹൈക്കോർട്ട്. ഇതാണ് ഹൈക്കോടതി. വ്യാധി വരുമ്പോൾ നിனைத்து கொள்ளுங்க, രോഗം വരുമ്പോൾ ചിന്തിച്ചു, என்னுடைய கேஸ் ഹൈക്കോർട്ടിൽ വന്നു വിട്ടത്. എന്റെ കേസ് ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അങ്ങയും നീ ശരിപ്പെടുത്താവിട്ടാൽ അവിടെ നിങ്ങൾ ശരിയാക്കുന്നില്ലെങ്കിൽ പിന്നെ പിശാസിന്റെ കരത്തിൽ ഒപ്പടയ്പ്പാൻ. പിന്നെ പിശാചിന്റെ കയ്യിൽ ഉമനെയും അലക്സാണ്ടരെയും അവർ ദേവനെ ദൂഷിക്കാതെ പഠിക്ക പിശാസിനുടെ കരത്തിൽ ഒപ്പടയ്ത്താറൽ എന്ന് വാസിக்கிறோம். ഓഹമനെയോസിനെ അലക്സാണ്ടറിനെ അവര് ദൈവത്തെ ദൂഷിക്കാതിരിക്കേണ്ടതിന് പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. പിന്നെ ഉനക്ക് വിടുതലയില്ല. പിന്നെ നിങ്ങൾക്ക് വിടുതലില്ല. അവരെ മറുപടിയും പുതുപ്പിക്ക കൂടാത്ത കാര്യം. അവരെ വീണ്ടും പുതുപ്പിക്കുവാൻ അസാധ്യം. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അന്തളവുക്ക് നാം പോക വേണ്ട. അത്രത്തോളം നാം പോകേണ്ട. ഉനക്ക് വ്യാധികൾ വരുമ്പോൾ, നമുക്ക് രോഗം വരുമ്പോൾ, എനിക്ക് ഏൻ വ്യാധി വന്നത്, എനിക്ക് എന്തുകൊണ്ട് രോഗം വന്നു, ഏൻ ഇന്റെ പ്രശ്നം, എനിക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നം, എന്റെ മകൻ ഏൻ പരീക്ഷയിൽ തോറ്റത്, എന്റെ മകൾ എന്തുകൊണ്ട് പരീക്ഷയിൽ, എന്റെ ജീവിതത്തിൽ ഏതോ ഒരു കുറവുണ്ട്, എന്റെ ജീവിതത്തിൽ എന്തോ ഒരു കുറവ്, ബിസിനസ്സിൽ ഏൻ ഇവിടെ തോൽവി, എന്റെ ബിസിനസ്സിൽ ഏതോ ഒരു കുറ്റമുണ്ട്, എന്തോ ഒരു കുറ്റമുണ്ട്, എന്റെ വീട്ടിൽ ഏൻ ഇന്ന കലക്കം, എന്റെ വീട്ടിൽ എന്തുകൊണ്ട് ഈ കലക്കം, കുറ്റമുണ്ട്, ഏതോ ഒരു കുറ്റമുണ്ട്. ആരാய்ந்து பாருங்க, ആരാഞ്ഞു നോക്കുക. ദേവൻ ഉന്നെ നേസിக்கிறார், ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഹൃദയത്തിലുള്ളത് നീ അറിந்து കൊള്ളുംപടിക്ക് இந்த വനാന്തരത്തിൽ 40 വർഷமாக നടത്തിനത് നീ നിனைத்துകൊൾ. നിന്റെ ഹൃദയത്തിലുള്ളത് നീ അറിയേണ്ടതിന് ഈ മരുഭൂമിയിൽ നിന്നെ 40 സംവത്സരം നടത്തിയ വിധമൊക്കെ നീ ഓർത്തുകൊള്ളണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് എല്ലാവർക്കും താൻ വരും. അതെല്ലാവർക്കും വരും. എല്ലാവർക്കും താൻ നഷ്ടം വരും. അതെല്ലാവർക്കും നഷ്ടം വരും. ഇപ്പം ബിസിനസ് ഒന്നും ഇല്ല. ഇപ്പൊ ബിസിനസ് ഒന്നും ഇല്ല. ഒരിടത്തും എനിക്കും ഇല്ല. അപ്പൊ എനിക്കും ഇല്ല. അപ്പടിയല്ല, അങ്ങനെയല്ല. ഉന്റെ ബിസിനസ് ദേവൻ വിടമാട്ടാ. നിങ്ങളുടെ ബിസിനസ് ദൈവം കൈവിടില്ല. ആർക്ക് ബിസിനസ് ഇരാവിട്ടാൽ ഉനക്ക് ബിസിനസ് ഉണ്ടാകും. ആർക്ക് ബിസിനസ് ഇല്ലെങ്കിലും നിനക്ക് ബിസിനസ് ദേവനെ ആരാധിക്കുന്ന ദേവ പിള്ള, ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതൽ, ഉനക്ക് ഇന്റെ ബിസിനസ്സിൽ നഷ്ടം. എന്തുകൊണ്ട് നിന്റെ ബിസിനസ്സിൽ നഷ്ടം? നീ പെരുമയിൽ പോയിരിക്കലാം, ഒരുപക്ഷെ നീ നികളത്തിൽ പോയിരിക്കാം, അഹങ്കാരത്തിൽ പോയിരിക്കലാം, അഹങ്കാരത്തിൽ പോയിരിക്കാം, ദേവനെ മതിക്കാമൽ, ഒരുപക്ഷെ ദൈവത്തെ മാനിക്കാം, സമൂഹത്തെ മതിക്കാമൽ, മറ്റുള്ളവരെ മാനിക്കാതെ, കൂട്ടങ്ങൾക്ക് പോകാമൽ, യോഗങ്ങൾക്ക് പോകാതെ, ഈ പലവിധமான കോൺഫറൻസുക്ക് പോയിരിക്കലാം, പലവിധ കോൺഫറൻസുകൾക്ക് ദേവ സമൂഹത്തെ അലക്ഷ്യം പണി, ദൈവസന്നിധി അലക്ഷ്യമാക്കിയിരിക്കാം. എല്ലാവർക്കും വസനമുണ്ട്, വാസിക്കാൻ നേരമില്ല, എല്ലാത്തിനും വചനമുണ്ട്, വായിക്കാൻ സമയം. ഇപ്പോൾ ഉനക്കൊരു വ്യാധി വന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ നിനക്ക് രോഗം വന്നത്. ആശുപത്രി പോയി മരുന്ന് സാപ്പിട്ടാൽ, ആശുപത്രി പോയി മരുന്ന് കഴിച്ചാൽ ഉന്റെ ഹൃദയത്തിലെ വ്യാധി അപ്പടിതാൻ ഇരിക്കും. എന്റെ ഹൃദയത്തിലെ രോഗം അങ്ങനെ തന്നെ ഇരിക്കും. മരുന്ന് സാപ്പിടുമ്പോ ശരീരത്തിലെ വ്യാധി പോയിവിടും. മരുന്ന് കഴിക്കുമ്പോ ശരീരത്തിലെ രോഗം പോകും. മരുന്ന് സാപ്പിട്ട് മരുന്ന് കഴിച്ചു, ഇത് പോച്ചു, അത് പോയി. ഇത് പോച്ച, ഇത് പോയോ? ഇത് പോകവില്ല. ഇത് പോയില്ല. ദേവന്റെ വിരുപ്പം, ദൈവത്തിന്റെ ഇഷ്ടം. ഇത് പോകുന്നതിന് മുന്തി, ഇത് പോകുന്നതിന് മുമ്പ് ഇത് പോകണം. അകത്ത് രോഗം പോകണം. ഉന്റെ കുറ്റങ്ങൾ ഒരുവർക്കൊരുവർ അറിക്കയിടുങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ അന്യോന്യം ഏറ്റുപറയുകയും, അറിക്കയിടുമ്പോ ഏറ്റുപറയുമ്പോ, നീ മഞ്ഞപ്പ് കേൾക്കുമ്പോ, ക്ഷമ ചോദിക്കുമ്പോ, ഉപ്രവാകുമ്പോ, നിരപ്പാകുമ്പോൾ വ്യാധി സുഖമായി, രോഗം സൗഖ്യമാകും. ഉന്റെ ഹൃദയം ശരിയാച്ചു, ഹൃദയം ശരിയായി ഉടനെ വ്യാധി പോയിവിടും. ഉടനെ രോഗം പോയി. വ്യാധി പോവേണ്ട ആവശ്യമില്ല, രോഗം പോകേണ്ട ആവശ്യം. ഇതാ ദൈവിക സുഖം, ഇതാണ് ദൈവിക രോഗം. സിമ്പിൾ. എത്ര ലളിതമാണ്. എത്ര പേർ ജീവിക്ക പോറീങ്ക, എത്ര പേർ ജീവിക്കാൻ പോകും. അപ്പടിപ്പെട്ടതാണ് இந்த മെഷീൻ വഴിயாக നാം ഫൂളാക വേണ്ടും. അങ്ങനെയുള്ള ഈ മെഷീൻ വഴി കടന്നു പോയി നാം അപ്പോഴാണ് இந்த കപ്പയെ പോലെ ഉരുവാക്ക മുടിയും. അപ്പോഴാണ് ഈ കപ്പ പോലെ ആകുവാൻ ദേവൻ അപ്പോസ്തോലിക ഉപദേശങ്ങൾ തന്ന, ദൈവം അപ്പോസ്തോലിക ഉപദേശം, ഉപ്രവാഹത്തിൻ ഊഴിയത്തെ തന്ന, ശുശ്രൂഷ, നമ്മെ മേയ്ക്കുമ്പടിയാക പ്രതിഷ്ഠയുള്ള ഊഴിയർകളെ തന്ന, നമ്മെ മേയ്ക്കുവാൻ പ്രതിഷ്ഠയുള്ള നമുക്ക് നല്ല കൃപയാന മിൻസാരത്തെ തന്ന, കൃപയാകുന്ന ആ വൈദ്യുതി തന്നോ, അനുമതിയാകിയ മഹാപരിശുദ്ധ വിശ്വാസത്തെ തന്ന, അതിന് അനുമതിയായ ആ അതിവിശുദ്ധ വിശ്വാസം തന്നോ. ആകിയാൽ നാം ദേവനക്ക് മറിഞ്ഞ് ജീവിപ്പോ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ കൽവാരിயின் നോക്കം, ഇതാണ് കാൽവരി. വിധமாக കറ തീരെ മുതലാനതൊന്നുമില്ലാமல் പിഴയറ്റ മഹിമയുള്ള സഭ ഉരുവാക്കപ്പെട വേണ്ടും. കറചുളുക്കം വാട്ടം മാലിന്യമൊന്നുമില്ലാത്ത ശുദ്ധ നിഷ്കളങ്കയുമായ തേജസ്സുള്ള സഭ ഉരുവാകണം. അതുക്കാக ദേവൻ നമ്മെ അழைத்தார். അതിനായി ദൈവം നമ്മെ വിളിച്ചു, നോക്കത്തൊക്കെ ഒപ്പുകൊടുത്ത് ഈ ഉദ്ദേശത്തിന് സമർപ്പിച്ച എല്ലാവരും കരങ്ങളെ ഉയർത്തി ദേവനെ സ്തോത്രിപ്പോ.